130 കുർത്തി 129. ഏജ്ഡ് ആയിട്ടുള്ളവര് നമ്മള് യൂറിൻ അറിയാണ്ട് പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നുണ്ട്. സ്വർണം വെറുതെ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്, ഫ്രീ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണ്. വളരെ ശരിയാണ്. സെലക്ഷൻ ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വെഡിങ്ങിന് ഡ്രസ് എടുക്കാൻ വന്നതാണ്. റെഡിമെയ്ഡ് ബ്ലൗസ് വെറും 68 രൂപ, 149 ഷർട്ട് കേട്ടോ. നല്ല ഐഡിയാണ്, നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട്. സംഭവം കണ്ടു കഴിഞ്ഞാൽ പറയൂല അല്ലെ സാരിയാന്നുള്ളത്. ഇതൊക്കെ 139. റേറ്റ് കുറവന്നെ, ഡെയിലി വേഴ്സിനൊക്കെ നല്ല റേറ്റ് കുറവ്, ചീപ്പ് റേറ്റിന് കിട്ടാറുണ്ട്. 99 രൂപ പാന്റ്. അപ്പർ അബ്ഡോമൻ വരെ വരുന്ന ഫുൾ കവറേജ് ആയിട്ടുള്ള ഷേപ്പ് വെയർ. 300 രൂപ തൊട്ട് നമുക്ക് സാരീസിന്റെ ഒരു സെക്ഷൻ ആണ് കേട്ടോ വരുന്നത്. സെലക്ഷൻ ഉണ്ട്, നമ്മളധികം ഇവിടെയാണ് വരല്. സർപ്രൈസ് ഗിഫ്റ്റ് ആണ്, അത് സർപ്രൈസ് ആയിട്ട് പറയുള്ളൂ. നല്ല വെറൈറ്റി ടോപ്പുകൾ കേട്ടോ. 101 ആൾക്കാണ് ഗോൾഡ് കോയിൻ കൊടുക്കണത്. പിന്നെ സ്വർണം ഒക്കെ കിട്ടുന്നൊക്കെ കേട്ടു, അതൊക്കെ ഉള്ളത് തന്നെയാണോ? അതൊക്കെ സത്യമാണ്. സത്യല്ലേ? ഇനി 1 ലക്ഷം ചോദിക്കുകയാണെങ്കിൽ അതും നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇപ്പൊ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വരുന്നത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓഫറിന്റെ പെരുമഴയാണ്. അതും ഡ്രസ്സുകളുടെ ഓഫറൊന്നല്ല കേട്ടോ, സ്വർണ്ണം മഴയുടെ ഓഫറാണ്. അപ്പോൾ സ്വർണ്ണ കോയിൻ കിട്ടും. അതെങ്ങനെ കിട്ടും? നമ്മൾ എന്തായാലും നമുക്കിപ്പോൾ ഈ ഫെസ്റ്റിവൽ സമയത്ത് നമ്മൾ ഡ്രസ്സുകൾ എന്തായാലും മേടിക്കുക. ഈ ഡ്രസ്സുകൾ മേടിക്കാൻ എന്തായാലും നമ്മൾ പൈസ കൊടുക്കും. അതിന് കൂടെ ഒരു ഗോൾഡ് കോയിൻ കൂടി ഫ്രീ ആയിട്ട് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ആദ്യം അറിയണ്ട, എന്നിട്ട് വേണ്ട കോയിനെ കുറിച്ചിട്ട് അറിയാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് എക്സാക്ട് എന്ന് പറയണെങ്കിൽ ഈ ഒരു ഏരിയ കുറെ പേർക്കൊക്കെ കാണുമ്പോൾ അറിയാം. ഈ ബസ്സും ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ അറിയാമല്ലേ, നമ്മുടെ കുന്നുകുളത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോപ്പ് കൽപ്പക വെഡിങ്സ്, കുന്നുകുളത്തുള്ള കൽപ്പക കേട്ടോ. അപ്പോൾ ഈ കൽപ്പക എന്ന് പറയുന്നത് 1-2 ഫ്ലോർ അല്ല, മൊത്തത്തിൽ 4-5 ഫ്ലോർ ഉണ്ട്. അതും ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്. ഇവിടെ എല്ലാം കിട്ടും, എല്ലാ കടയിലൊക്കെ കിട്ടും. പക്ഷെ എല്ലാ കടയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്കൊരു ഗോൾഡ് കോയിനും കൂടി കിട്ടിയാലോ എങ്ങനെയായിരിക്കും? ഇഷ്ടമായില്ലേ? അപ്പോൾ ഈ ഒരു കോയിൻ കിട്ടുന്ന കാര്യമൊക്കെ നമുക്ക് പറയാം. ആദ്യം തന്നെ നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറയാം. കുന്നുകുളത്ത് ആ കാണുന്നതാണ് കേട്ടോ ജംഗ്ഷൻ. 4 കൂടി 5 കൂടി ജംഗ്ഷൻ എന്ന് വെച്ചാൽ ആ ജംഗ്ഷൻ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. ഏകദേശം കുന്നുകുളം എന്ന് പറയുമ്പോൾ അത്രയും ഫേമസ് ആണ് ആ ഒരു ജംഗ്ഷൻ. അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10-20 അടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെത്തും കൽപ്പകയ്ക്ക്. അപ്പം ഇനി പാർക്കിംഗ് സൗകര്യം കൂടി നോക്കണം. പാർക്കിംഗ് സൗകര്യം പറഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടിൽ തന്നെയല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞതാ ഇവിടെയും അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം ഉണ്ട്. കുറേ പേര് വണ്ടിയായിട്ട് വന്നവരൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുള്ളത്, ബാക്കിയുള്ളതൊക്കെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓഫർ തുടങ്ങി. യെസ്, ഓഫർ തുടങ്ങി. അതെ, ഗ്രാൻഡ് ഷോപ്പിംഗ് ഉത്സവ്. ഈ ഗ്രാൻഡ് ഷോപ്പിംഗ് ഉത്സവം എന്ന് പറയുന്നത് വെറും ഉത്സവമല്ല, ഇതിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ 101 ആൾക്കാണ് ഗോൾഡ് കോയിൻ കൊടുക്കുന്നത്. അതും 1-2 ആൾക്കല്ല, 101 ആൾക്ക്. അതും ദിവസം രണ്ടെണ്ണം വെച്ചിട്ടാണ് കാലത്ത് വൈകുന്നേരമായിട്ട് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോക്കാം, എങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്തു. അപ്പം കുന്നുകുളത്തുള്ള കൽപ്പക വെഡിങ്സ്. ഇവിടെ എന്താണ് സ്വർണ്ണമൊക്കെ? ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇവിടെ എന്തൊക്കെയാ സ്വർണം കൊടുക്കേണ്ടതൊക്കെ കേട്ടു? കൊടുക്കുന്നുണ്ട് മാം. ഈ തുണിക്കടയില് സ്വർണ്ണ? പിന്നെന്താ, ശരി, വരൂ നോക്കാം. നമുക്ക് എന്താ നോക്കണ്ടത്? സ്വർണ്ണം നോക്കണ്ടേ, തുണിയാ നോക്കണ്ടേ? തുണി നോക്കിയാൽ നമുക്ക് സ്വർണം കിട്ടും കയ്യോ. അതാണ്, തുണി നോക്കിയാൽ നമുക്ക് സ്വർണ്ണം കിട്ടും. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങോരെ എന്താ പേര്? സജന. ഇത് മൊത്തത്തിൽ എത്ര ഫ്ലോർ ഉണ്ട്? മൊത്തത്തിൽ 4th ഫ്ലോർ വരുന്നുണ്ട്. 4 ഫ്ലോർ ഉണ്ട്. മൊത്തത്തിൽ 4 ഫ്ലോർ. ഇവിടെ എല്ലാ ഐറ്റം കിട്ടും, കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്. എല്ലാ ഐറ്റംസ് കിട്ടും. ഒരു പർച്ചേസ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വേറെ ഒരു ഷോപ്പിലും കയറേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാം പർച്ചേസ് ചെയ്യാം. പോരെ, ഇനിയിപ്പോ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ തൊട്ട് തുടങ്ങാം. പക്ഷേ ഇവിടെ ആദ്യം തന്നെ ഇവര് പെരുന്നാൾക്ക് ഈ ഒരു സംഭവമാണ് റെഡിയാക്കി വെച്ചിരിക്കണേ, റംസാന്റെ. പക്ഷേ റംസാൻ മാത്രമല്ല, ഞാൻ പുറത്ത് ബോർഡ് കണ്ടത്, അതിൽ റംസാൻ, വിഷു, ഈസ്റ്റർ, പിന്നെ ഒരു വെഡിങ് പാർട്ടി വരെ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ളതെല്ലാം അത് ഇവിടെ കിട്ടും. എല്ലാം ഇത് ഇവിടെ കിട്ടും, ഒരു ടെൻഷനും വേണ്ട, വന്നാൽ മതി. ഇനി എവിടെ നിന്ന് തുടങ്ങട്ടെ? ഇവിടുന്നാണോ? മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വിശാലമായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഫ്ലോർ. എവിടെ പഠിക്കണ്ടേ? ഇവിടുന്നാണോ? എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം. നമുക്ക് റണ്ണിങ് മെറ്റീരിയലിനോ ടോപ്പ് ഐറ്റംസ് പിടിക്കാം. കാരണം പെണ്ണുങ്ങൾക്ക് ടോപ്പല്ലേ കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് കുറച്ച് സുന്ദരികൾ നിൽക്കണ്ടോ. ഇവരൊക്കെ ഒന്ന് എടുത്തോ. ഒരു ഹായ് പറഞ്ഞല്ലേ? അപ്പൊ നമുക്ക് ടോപ്പ് ആദ്യം കാണാം. ടോപ്പ് കാണുന്നേക്കാളും മുന്നേ അതിന് അണിഞ്ഞൊരുങ്ങാനായിട്ട് ആക്സസറീസ് വേണം. അതിന് ആക്സസറീസ് ആയിട്ടുള്ള ഐറ്റംസ്, ഇതൊക്കെ നിങ്ങൾക്കുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതിലെല്ലാം കിട്ടും. നമുക്ക് വള, ബാംഗിൾസ്, എല്ലാ ഐറ്റംസും, വള, മാല, കമ്മല് തുടങ്ങി നമ്മുടെ എല്ലാ ഐറ്റംസ് ഈ ഒരു സെക്ഷൻ. അത് മാത്രമല്ല കേട്ടോ, എന്ന് വെച്ചാൽ കോസ്മെറ്റിക് ഐറ്റംസ് ആയാലും പെർഫ്യൂംസ് ആയാലും അങ്ങനെ തുടങ്ങിയ ഹെയർ ബാൻഡ്സ് എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെയാണ് കോസ്മെറ്റിക് ഐറ്റംസ് ഇരിക്കുന്നത് അല്ലേ? മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. മേക്കപ്പ് ഐറ്റംസ്. എന്നാലും നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് എല്ലാ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ?
ഓക്കെ, ഇതൊക്കെ എന്തിനുള്ള സമ്മാനം കൊടുക്കണതാണോ? സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അതെ, ഇത് നമുക്ക് പിന്നെ പറയാം. സർപ്രൈസ് ഗിഫ്റ്റ് ആണ്, അത് സർപ്രൈസ് ആയിട്ട് പറയുള്ളൂ. അതെന്തായാലും നമുക്ക് വീഡിയോന്റെ ഇടയിൽ നമുക്ക് ഈ ഒരു സർപ്രൈസ് ആയിട്ടുള്ള സംഭവം പറയാം. ആദ്യം ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോ ഇവിടെ നടുക്കിൽ കിടക്കുന്നത് മൊത്തം വെസ്റ്റേൺ ടോപ്പുകളാണ്. വെസ്റ്റേൺ ടോപ്പുകളാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെയാണ് നമുക്ക് പാർട്ടി വെയർ ടോപ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അൺസ്റ്റിച്ചഡ് ആണോ വരുന്നത്? അൺസ്റ്റിച്ചഡ് കുറച്ച് കളക്ഷൻസ് ഒന്ന് ആരെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ? അൺസ്റ്റിച്ചഡില് മൊത്തത്തിൽ ഇവര് പുതിയ സ്റ്റോക്ക് വരുന്നതോ? കസ്റ്റമർ വരുമ്പോഴേക്കും എനിക്ക് കസ്റ്റമർ കിട്ടിയ ഒരു ഓടല്ലേ? നിങ്ങളിപ്പോ വന്ന് കയറിയോളോ? അതെ അതെ. നിങ്ങൾ ഇവിടെ വരാറ് കുന്നംകുളംകാരാണോ? ഇവിടെ വരാറുണ്ടോ? എന്താ സംഭവം? ഞങ്ങള് ചവക്കാട് ഭാഗത്തു നിന്നുള്ളവരാണ്. ചവക്കാട് വരാറുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഈ കൽപ്പക കുന്നംകുളമുള്ള കൽപ്പകനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാനുള്ള മെയിൻ ആയിട്ട്? നല്ല നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങള് വെഡിങ്ങിന് ഡ്രസ് എടുക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു വെഡിങ് പാർട്ടിക്കാര് വന്നാലും ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാ ഐറ്റം കിട്ടും. ആരെ കല്യാണം ഇനി നമ്മുടെയാണോ? കല്യാണം എത്രാം തീയതി? മെയ് 30. ഓക്കെ, അനിയത്തിയാണ്. അപ്പൊ ഡേറ്റ് ഓക്കെ. ചേച്ചിയാണല്ലേ? അപ്പൊ അച്ഛനും അമ്മയും 3. അപ്പൊ ചെക്കനെവിടെ? ഓ, ചെക്കനെ കൊണ്ടുവരാണ്ട് പർച്ചേസ് ചെയ്യാം. എന്തായാലും അടിപൊളി നടക്കട്ടെ. ചെക്കനെ ഇഷ്ടപ്പെട്ടിരിക്കും, അതാണ് കൽപ്പകത്തിൽ ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ ചെക്കന് ഇഷ്ടപ്പെടുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ഇനി ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാന്ന്. പിന്നെ അച്ഛനമ്മയാണല്ലോ എടുക്കണത്. എന്തായാലും നടക്കട്ടെ. എന്തായാലും കേറിയപ്പോ തന്നെ ഇഷ്ടപ്പെടും. വരാണ്ട് ഇതിപ്പോ നിങ്ങളുടെ ഒരു ഭാഗത്തു നിന്നുള്ള എടുക്കാണ് അല്ലെ? അപ്പൊ നടക്കട്ടെ. എന്തായാലും നിങ്ങള് ചാവക്കാട് അല്ലെ? പ്രോപ്പർ ആൾത്തറ. ഓക്കെ, നടക്കട്ടെ. സ്ഥലം സ്വകാര്യമായിട്ട് മാർച്ച് അല്ല, ഡേറ്റ് മെയ് 13. സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അല്ല, കല്യാണത്തിന് വരാൻ വേണ്ടിട്ടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു പെരുന്നാൾ ഐറ്റംസ് ആണ്. ഫുൾ ഇങ്ങനെ സ്റ്റോൺ വർക്കും എംബ്രോയിഡറി വർക്ക് ആയിട്ടുള്ള പല പല കളക്ഷൻസ് ആണ്. നമുക്ക് ഇവിടെ നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്ന് തുറന്നു കാണിക്കാനായിട്ട് എന്താ വഴി? ഒരു 2-3 ഐറ്റം ഒക്കെ നല്ല മെറ്റീരിയൽ ആണല്ലോ ഇരിക്കുന്നത്. ക്രഷ് ജിമ്മി ചൂലാണ്. ഒരു പീസ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. വീണ്ടും മടക്കിക്കോട്ടോ. അതിനെന്താ, വീണ്ടും മടക്കിക്കോ. ഇത് അടിപൊളി ഒരു എന്ന് വെച്ചാൽ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറും ചേരും ചെയ്യും. ഇത് നിങ്ങളിങ്ങനെ സെറ്റ് ആക്കി തരില്ല. ഇത് നമുക്കൊരു 3XL വരെയൊക്കെ തയ്ക്കാൻ പറ്റൂട്ടോ. ആ ഒരു ഐറ്റം ആണ്. അപ്പൊ ഇത് മാത്രമല്ല, ഇതിന്റെ കളറും പാന്റും ഒക്കെ ഇതേ സെയിം കളറിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ കളേഴ്സും അവൈലബിൾ. അപ്പൊ ഇതിന്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അതിന്റെ ഡിഫറെന്റ് കളേഴ്സ്. ഒരു മോഡൽ തന്നെയല്ല കേട്ടോ, പല പല മോഡൽസ് പല പല കളേഴ്സിലാണ് ഇരിക്കുന്നത്. ചേരാനുള്ള കളേഴ്സ് ആണ് ഇരിക്കുന്നത്. പല പല മോഡൽസിലാണ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഐറ്റം നോക്കുകയാണെങ്കിൽ ഈ ഫുൾ നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ ഒക്കെ ഇരിക്കുന്നത്. നിങ്ങൾ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. എത്ര ഒരു മിനിറ്റ് കേട്ടില്ല. 250 മുതൽ സ്റ്റാർട്ടിങ് പ്രീമിയം മെറ്റീരിയൽ ഉണ്ട്. അൺസ്റ്റിച്ചഡിലാ പോരെ? ഇതൊക്കെ ഇവര് ഈ സെക്ഷനിലായത് കൊണ്ടാണ് കൃത്യമായിട്ട് പറയണത്. ഇതൊന്നും നമുക്കറിയില്ല അല്ലേ? നമ്മൾ വെൽക്കം ചെയ്യുന്നതല്ലേ, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അറിയാം ഇവിടെ ഏറ്റവും റേറ്റ് കുറവില് 200 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കറിയാം. അപ്പൊ 200 തൊട്ടാണ്. 200 എത്ര പറഞ്ഞ? 250 മുതൽ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് റേറ്റ് കയറി പോകും. കുറച്ച് കളക്ഷൻ കൂടെ പടപടാന്ന് ഇങ്ങനെ. ഞാൻ കസ്റ്റമറാണ്, ഞാൻ മേടിക്കാൻ വന്നത്. ഒന്ന് 2-3 നമ്മുടെ ഇട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്ത അങ്ങോട്ട് വെറൈറ്റികള്. ഇതൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റികൾ. ഒന്ന് പൊന്തിച്ച് പിടിച്ചോ. പിന്നെ വർക്ക് നല്ല പ്രീമിയം. അതുപോലെ തന്നെ നമുക്ക് വെഡിങ് ആയാലും ഓഫീസ് വെയർ ആയാലും ഡെയിലി വെയർ ആയാലും എല്ലാ വെറൈറ്റി ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പല മെറ്റീരിയൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊരു വെറൈറ്റി ബ്ലാക്കില്. എന്തായാലും ചേച്ചിക്ക് മടക്കാറായി. അല്ല, അത് കുഴപ്പമില്ല. നമ്മളിവിടെ എല്ലാവരും വരുമ്പോഴേ ഡ്രസ്സൊക്കെ സന്തോഷമാണ്. അതാണ് സന്തോഷമാണ്. നിങ്ങൾ സന്തോഷാണ് നമ്മുടെ സന്തോഷം. അതെ. അപ്പൊ ഇത് ഫുൾ നമുക്ക് ഈ ഒരു ഹാൻഡ് വർക്കിന്റെ സെക്ഷൻ ആണ് വരുന്നത് അല്ലേ? ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താ? ഇപ്പുറത്തേക്ക് വരുമ്പോ നമുക്ക് കോട്ടന്റെ സെക്ഷൻ ആണ് വരുന്നത്. ചേച്ചി ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ? ഇങ്ങോട്ട് വാ. ഈ മൈക്കൊന്ന് അയ്യോ അത് കുഴപ്പമില്ല. വാ, ബ്ലൗസ് കയറി എടുക്കൂടാ. ചേച്ചി പറയൂ, ഈ സൈഡ് എന്താ വരുന്നത്? ഈ സൈഡ് നമുക്ക് കോട്ടന്റെ മെറ്റീരിയൽ ആണ്. കോട്ടനിൽ നമുക്ക് ഇത് വർക്ക് വന്നിട്ടുള്ളതുണ്ട്, അത് എംബ്രോയിഡറി വർക്ക് വരുന്നതുണ്ട്. ഇതൊക്കെ ഒരു കുറച്ച് സിൽക്കി ടൈപ്പ് മോഡൽ ഉണ്ട്. കുറച്ചുകൂടി സിൽക്കി, കുറച്ചെന്നല്ല കുറച്ച് കൂടുതൽ സിൽക്കി ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് വരുന്നത്. പ്യുവർ കോട്ടൺ വരുന്നുണ്ട്. പ്യുവർ കോട്ടനില് കാന്ത വർക്ക്, അതും ഒറിജിനൽ കാന്ത. പ്യുവർ
പ്യുവർല് ഒറിജിനൽ കാന്ത വർക്കാണ് കേട്ടോ ഇത് വരുന്നത്. ത്രെഡ് വർക്ക് കളക്ഷൻ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇത് കോട്ടണിലാണ് കേട്ടോ. കോട്ടണിൽ ഫുൾ ഇത് പ്രിന്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ത്രെഡ് വർക്ക്. ഇത് ബാക്ക് സൈഡാണ്. ഞാനത് ത്രെഡ് വർക്ക് എന്ന് പറയുമ്പോൾ എവിടെ ഈ ത്രെഡ് വർക്ക് എന്നത്. ഇതാണ് ത്രെഡ് വർക്ക് വിത്ത് സ്വീക്വൻസ് വർക്ക് വരുന്ന ഒരു കളക്ഷൻ ആണ്. പിന്നെ ഇപ്പഴത്തേക്ക് പോകുമ്പോ നിങ്ങളല്ലേ? പിന്നെ ടോപ്പ് മാഡം. അത് നിങ്ങളാണോ ആ ഏരിയയില്? അല്ല, വേറെ ആളാ? ഞങ്ങക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഒന്ന് ചേച്ചി ഒന്ന് പറയോ? ഇങ്ങോട്ട് വാ. ഞങ്ങക്ക് സ്പെഷ്യൽ ഐറ്റം ഒന്ന് കാണിച്ചു തന്നെ. ഇവിടെ എന്താ ഐറ്റം ഉള്ളത്? ടോപ്പുകള് എന്ന് പറയുമ്പോൾ വെറും ടോപ്പല്ല, നമുക്ക് ചെറിയ ഫംഗ്ഷനും അതുപോലെ ഓഫീസ് വെയറിനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇനി സൈസസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് സൈസ് എത്ര സൈസ് വരെ വരും? 5XL വരെ 5XL വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് വെറും ടോപ്പാണ്, 2 പീസ് അല്ല. പാന്റ് പാന്റ് ഇല്ല, ടോപ്പുകൾ മാത്രം. പാന്റ് ഇല്ല, ടോപ്പുകൾ. ഇനി പാന്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ഉണ്ടെന്ന്. അതെവിടെയാ? ഏത് ഫ്ലോർ? അത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇത് സ്ലീവ്ലെസ് ആണ്, പക്ഷെ സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. കുറച്ച് പീസ് കാണിക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഇത് പീസുകളുണ്ട്. സമയമില്ല, 4-5 ഫ്ലോർ കാണിക്കാണ്ട് ഞാൻ എവിടൊക്കെ ഓടും. അതെ, നല്ല വെറൈറ്റി ടോപ്പുകൾ കേട്ടോ. ഇതിന്റെ മോഡലൊന്നും എനിക്ക് കാണിക്കാണ്ട് കേട്ടോ. ഈ സൈഡ് ഇങ്ങനെ ഈ ഒരു ഫ്ലീറ്റ് ടൈപ്പ് ആയിട്ട് വരുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു കളക്ഷൻ അല്ല, ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് കളക്ഷനാണ്. ഈ ഒരു മോഡൽ നോക്കിയാ വെച്ചോ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു മോഡൽ വരും. പിന്നെ ഇത് കോട്ടണില് ചേച്ചി പറഞ്ഞു ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും നമുക്ക്? ഈ ഒരു 300 മുതൽ സ്റ്റാർട്ടിംഗ്. 300 തൊട്ട് നമുക്ക് ടോപ്പുകളുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. പിന്നെ എക്സാക്ട് റേറ്റ് അറിയണമെങ്കിൽ ഞാൻ ഇപ്പൊ ഓരോന്നിനും എടുത്ത് പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇത് വന്നും പോയി ഇരിക്കുന്ന ഐറ്റാണ്. നേരിട്ട് വരാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഓൺലൈൻ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഈ ഓൺലൈൻ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ എവിടെ പോയി? ഓൺലൈൻ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ പീസ് ആയാലും നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊറിയർ ത്രൂ ആയാലും ചെയ്ത് കൊടുക്കില്ലേ? ചെയ്ത് കൊടുക്കും. ഓൺലൈനിൽ ഒരു പീസ് ഇപ്പൊ ഇതിന് ഇഷ്ടമായിട്ടുള്ളത് ഏതാ? അപ്പൊ വീഡിയോ കോൾ ചെയ്യാം. അതന്നെ, വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ തന്നെ നമുക്ക് ഏത് പീസാ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്കോ എവിടേക്കോ വേണമെങ്കിൽ എത്തിച്ചു തരാം. ഇത് റീറ്റെയിൽ ഷോപ്പാണ്, ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം അല്ലെ? അതന്നെ, അതാണ് സച്ചിന. പോട്ടെ, ഞാൻ അടുത്തേക്ക് എന്താ? അടുത്ത് ഇതും ടോപ്പിന്റെ സെക്ഷൻ തന്നെയാ? ഓക്കെ, ഇതും ടോപ്പിന്റെ ആണ്. അതും ബ്രാൻഡഡും നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ അനുസരിച്ചിട്ടുള്ള റേറ്റിനും മാറ്റം വരും. അപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ 300 തൊട്ട് നമുക്ക് കുർത്തീസിൽ വരുന്നത് കേട്ടോ. ഇത് എല്ലാം ചെയ്യും. അത് അപ്പൊ എല്ലാം ഞാൻ എടുത്തോണ്ട് എന്തായാലും വേണ്ടിവരും. എടുത്തോളൂ. ഇതിന്റെ ഇടയിൽ ഒരു കച്ചവടം നോക്ക്. ഇതും ഒരു വർക്ക് ഉള്ളത് കേട്ടോ. ടെസൽസ് ഒക്കെ വന്നിട്ട് ത്രെഡ് വർക്കിന്റെ കളക്ഷൻസ്. പിന്നെ ഒരു ഡിഫറെന്റ് എന്ന് വെച്ചാൽ പല മോഡൽസ് ഉണ്ട്. എന്തൊക്കെ എടുക്കണം. മാക്സിയാണ് വരുന്നത്. ഷോള് കൂടി വരുന്നുണ്ട് കേട്ടോ മാഡം. 2 പീസിന്റെ കേട്ടോ. ഇതിപ്പോ ടോപ്പ് മാത്രമാണ്. അതുപോലെ തന്നെ ഷോള് കൂടി വരുന്നുണ്ട് കേട്ടോ. ഷോള് വേറെ അല്ലേ? അപ്പൊ 2 പീസിന്റെ കളക്ഷനിൽ പാന്റ് ഉണ്ടാവില്ല, ഷോള് ടോപ്പ് മാത്രമായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ യെല്ലോ കളറിൽ വരുന്നുണ്ട്. നല്ല അട്രാക്ഷൻ കളറാ. അതും സ്ലീവിലും ആ ഒരു വർക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത. സ്ലീവിന്റെ ഇത് എംബ്രോയിഡറിയുടെ വർക്ക് വരുന്നുണ്ട് കണ്ടോ? എംബ്രോയിഡറിയുടെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്ലീവിലും ഇതുപോലെ സിമ്പിൾ ടോപ്പാണ് കേട്ടോ. സിമ്പിൾ ആണ്, പക്ഷെ കാണുമ്പോ നല്ല ഭംഗിയല്ലേ? നമ്മൾ അത് ഭംഗിയായി കുത്തി തറക്കി തോന്നില്ല. അടിപൊളി. ഇട്ടാ പിന്നെ പോരെയാണ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തോ. കുത്തി തറക്കില്ല, അതേലൊന്നും ഷെല്ലൊന്നും കൊള്ളില്ല. നല്ല മെറ്റീരിയലും ആണ്, നമുക്ക് ഈട് നിൽക്കും ചെയ്യും. ഓക്കെ, ബ്രാൻഡഡ് ആയിട്ട് നൈറ്റികളൊക്കെ ഉണ്ട് നമുക്ക്. എൻ സ്റ്റൈല്, ഇഞ്ചിബറി. പിന്നെ നമുക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 250 മുതൽ ഒരു 800 സംതിങ് ആ റേറ്റ് നൈറ്റി. അപ്പൊ 200 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് അല്ലേ നമുക്ക് നൈറ്റികളുടെ? അത് ബ്രാൻഡ് നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള പല ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ചുരിദാറുകൾ നോക്കാം. അതെ, ഇതൊക്കെ സ്റ്റൈലിൽ കേട്ടോ. ബ്രാൻഡ് മോഡല്. ഇത് തുറക്കണോണ്ട് കുഴപ്പമില്ലല്ലോ ചേച്ചി? ലാസ്റ്റ് പ്രാവരിക്കട്ടെ, ഞാൻ പണി തന്നു പറഞ്ഞിട്ട്. അയ്യോ, ഇത് തുറക്കട്ടെ കറക്റ്റ് ആയിട്ട്. മോഡല് നോക്കിക്കോളൂ. കണ്ട, അതാണ് പറയാനുള്ളത്. നിങ്ങൾ മോഡല് നോക്കൂ, എന്നിട്ട് മേടിക്കൂ. നല്ല മോഡലുകൾ. അതല്ല, ഈ നൈറ്റ് ഇട്ടാലും നമുക്ക് പുറത്തേക്ക് പോണ ഒരു ഫീലിംഗ് അല്ലേ? നല്ല അടിപൊളി മെറ്റീരിയൽ. ഇതന്നെ ഇട്ട് ഷേപ്പ് ചെയ്തിട്ട് പോവാന്ന്. ചുരിദാർ കേട്ടോ. ഇത് കഫ്താൻ. ഇത് കഫ്താൻ. ഇതിട്ടിട്ടും പുറത്തേക്ക് പോണോണ്ടാ. ഇപ്പൊ എന്ത് പറയാ? പറയല്ല. ഇത് വേറെ മോഡലാണ്. ഇതൊക്കെ ഇപ്പൊ സ്റ്റൈലിന്റെ മാത്രം കാണിക്കുന്ന കേട്ടോ. ബ്രാൻഡഡ് അല്ലാത്തത് നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതും കഫ്താൻ തന്നെയാണ്. അതെ,
ഇതിന്റെ വള്ളി എവിടെയാണെന്നല്ല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടണം. ഇപ്പൊ ഇതാണ് കഫ്താൻ. ആദ്യം പിടിച്ച് വലിക്കില്ല, വയറ് കാണും. ചാടിയ വയറൊക്കെ ഇഞ്ചിബറിയുടെ ബ്രാൻഡഡ് ഇതല്ലേ. കളർ കോമ്പിനേഷൻ നോക്ക്, നല്ല കളർ കോമ്പിനേഷൻ മാത്രമല്ല കേട്ടോ, ഈ ഒരു മെറ്റീരിയൽ തൊട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നേ പറ്റുള്ളൂ. നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് കൊറിയർ ഉണ്ട്, അത് വേറെ കേസാ. എന്നാലും നേരിട്ട് വരുമ്പോൾ നമ്മൾ ഒരെണ്ണം മേടിക്കുന്നതിന് പകരം ഒരു 5 എണ്ണം മേടിച്ചു പോകും. അതാണ് ഇത് വെറൈറ്റി വേറെ മോഡൽ ഇഞ്ചിബറിയുടെ. ഇഞ്ചിബറി. ഇത് മെറ്റർനിറ്റി ഉണ്ടോ? വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാം. അതല്ല ചേച്ചി, മെറ്റർനിറ്റി ആ ടൈപ്പ് ഒക്കെ വരുന്നില്ലേ ഈ കുട്ടിക്ക് പാല് കൊടുക്കാൻ? മെറ്റർനിറ്റി അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഏതാ മോഡൽ? പല മോഡൽസ് ഉണ്ടല്ലോ നൈറ്റികളില്. പണ്ട് ഒരു ലോഹ പോലത്തെ ഒരു സാധനമായിരുന്നു, ഇപ്പൊ എന്ന് പറയുമ്പോ നൈറ്റി. അതാണ് അവസ്ഥ. ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് കാണിക്കാട്ടോ വെറുതെ. ഇതാ ഇത് ചുടിദാർ കട്ട് വരുന്നുണ്ട്, അതുപോലെ ഫ്രോക്ക് നൈറ്റി ഒക്കെ ഇല്ലേ? കോട്ടൺ മോഡൽ. ഫ്രോക്ക് നൈറ്റി ഉണ്ട്. ഇത് കോട്ടൺ മോഡൽ. ഫ്രോക്ക് നൈറ്റി കോട്ടൺ ടൈപ്പ്. ഇതൊക്കെ പ്യോർ കോട്ടനും അതുപോലെ കോട്ടനേക്കാളും മുകളിലുള്ള നല്ല മെറ്റീരിയൽസ് വരുന്ന ഐറ്റംസ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. മോഡൽ നൈറ്റി കോട്ട ഇന്നർ. ഓഹോ, ആർക്ക് വേണം ഇന്നർ? ഇത് ഇട്ടിട്ട് നടന്നാ മതി എല്ലാവരും. ഇപ്പൊ ഇത് 2 പീസ് ആണ് കേട്ടോ. ആക്ച്വലി ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, അതുപോലെ തന്നെ ടോപ്പ് വേണമെങ്കിൽ ടോപ്പും യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു 2 പീസിന്റെ കളക്ഷൻ, അതും നൈറ്റിന്ന് പിന്നെ പറയാണ്ട. ഇങ്ങനെ ഷോർട്ട് ആയിട്ട് വരുന്നുണ്ട്. വേറെ ബ്രാൻഡ്. ചേച്ചിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എടുത്ത് കാണിക്കാണ്. അടിപൊളി. ഈ ചേച്ചി ഇങ്ങനെ തന്നെയാട്ടോ. നമ്മുടെ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എടുത്ത് കാണിക്കാൻ ആർക്കും മടി ഉണ്ടാവില്ല. അതാ ഇത് ഫ്രോക്ക് നൈറ്റി ആണ്, സ്ലീവ്ലെസ് ആണ് വരുന്നത്. ഫ്രോക്ക് മാത്രമല്ല, നമുക്ക് ഇത് പുറത്തേക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള നല്ല മോഡൽസ് വരുന്നത്. ഇതാ പർപ്പിൾ ഷെയ്ഡിൽ ഇതും നൈറ്റി ആണ്, പക്ഷെ നൈറ്റി ആണെന്ന് കണ്ടാ ആരും പറയില്ല അല്ലേ? ഫീഡിങ്ങില് വരുന്നത്. ഫീഡിങ് ഞാൻ ചോദിച്ചത് കൊണ്ട് തന്നെ നമുക്ക് മെറ്റർനിറ്റി വെയറും ഇവിടെ അവൈലബിൾ ആണ്. സിബ് തുറന്നടാ, സിബ് മാത്രം തുറന്നാ മതി. കണ്ടാ, അപ്പൊ സിബ് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, പെട്ടെന്ന് ഇങ്ങനെ ഈസി ആയിട്ട് ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ. ഫീഡിങ്ങിൽ തന്നെ കുറച്ച് ലെങ്ത് ടൈപ്പ്, ഷോർട്ട് ആയിട്ടുള്ളത് പല ടൈപ്പ് മോഡൽസ് നമുക്ക് നൈറ്റിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ചേച്ചി താങ്ക് യു. ആ ഒരു മൈക്ക് ഒന്ന് എടുത്തോട്ടെ. ഇനി ഇപ്പഴത്തെ സെക്ഷനിൽ അടുത്ത സെക്ഷൻ. അപ്പൊ അടുത്ത സെക്ഷൻ ചേച്ചിയുടെ പേര് ചോദിച്ചില്ല? അജിത ചേച്ചി താങ്ക് യു. ഈ ഒരു സെക്ഷനിലാണെങ്കിൽ മൊത്തം നമുക്ക് വെസ്റ്റേൺ ടോപ്സിന്റെ കളക്ഷൻ അല്ലേ? അതെ മാഡം. അല്ല ഇവിടത്തെ സെക്ഷനിലത്തെ ആളാരാ? അങ്ങനെയൊന്നുമില്ല, ആര് വേണേലും പറയുന്നല്ലേ? ഓക്കെ, എന്നാ പറഞ്ഞാ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ എന്താ മെയിൻ ആയിട്ട് വരുന്നത്? നമുക്ക് ഈ ഏരിയയിൽ ടൂണിക്സ് വരുന്നുണ്ട്. ടൂണിക് സ്റ്റൈൽ. ഓ പറയൂ. വെസ്റ്റേൺ ടോപ്പ് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? ടോപ്പ് 299. ചേച്ചിയുടെ പേരാണോ അജിത? ചേച്ചിയാണെന്ന് തോന്നുന്നു. പോയി അവിടുന്ന്. അല്ല, ഈ ഇങ്ങോരം ഞാൻ അവിടെ അൺസ്റ്റിച്ചഡിൽ കണ്ടതാണേ. പറയ് ചേച്ചി, പറയ് അജിത ചേച്ചി. 299 മുതലാണ് നമുക്ക് റേറ്റ് വരുന്നത്. അത് പാകിസ്ഥാനി സ്റ്റൈലിലുള്ള കൈയായിട്ടുള്ള വരുന്ന ടോപ്പുകളാണ്. ഇതൊക്കെയാണോ നമുക്ക് ഈ പാകിസ്ഥാനി ടോപ്പ് എന്ന് പറയുന്നത്? ഓക്കെ, ഇത് പാകിസ്ഥാനി ടോപ്പ്. ഇത് പോട്ടെ, നമുക്ക് അല്ലാത്ത നമുക്ക് മോഡൽസ് ആണ് ഇതൊക്കെ. ഈ വെസ്റ്റേൺ നമുക്ക് പാവാടയുടെ മുകളിലേക്ക് ഇടാം, പാന്റിന്റെ മുകളിൽ ഇടാം, ജീൻസിന്റെ മുകളിൽ ഇടാൻ പറ്റിയിട്ടുള്ള കുറെ വെസ്റ്റേൺ കളക്ഷൻസ് ഉണ്ട് ഇപ്പുറത്തും. പിന്നെ ഈ സൈഡ് എന്താ? ഫോർമൽ ഷർട്ട്. ഇതൊക്കെ ഫോർമൽ ഷർട്ട്സ്. അതൊക്കെ സൈസസ് അവൈലബിൾ ആണോ അജിത? 5XL വരെ ഉണ്ട്. 5XL വരെ നമുക്ക് ഫോർമൽ ഷർട്ട്സ് അവൈലബിൾ ആണ്. അതും ഡിഫറെന്റ് കളേഴ്സ് മാത്രമല്ല, സ്ട്രൈപ്പിലും ലൈൻസിലും അല്ലാത്ത ഇതാ ഇങ്ങനത്തെ മോഡൽസ് വരുന്നുണ്ട്. പിന്നെ എവിടെയാ ടീഷർട്ട്സ്? ടീഷർട്ട്സ് അപ്പുറത്താണ്. ഇത് ബ്ലേസർ അല്ലേ? ബ്ലേസർ. അതൊക്കെ ഇതൊക്കെ പറയണ്ടേ? കോട്ട്, ബ്ലേസർ ഇതൊക്കെയാണ് ഈ ഭാഗത്ത്. ഈ ഭാഗത്താണെങ്കിലും നമുക്ക് ബ്ലേസേഴ്സ് വരുന്നുണ്ട്. അതും കളേഴ്സും അവൈലബിൾ ആണ്. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ അങ്ങനെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഇത് എപ്പോഴും ഉണ്ടാവോ അങ്ങനെ, അല്ലെങ്കിൽ സീസൺ അനുസരിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല, എപ്പോഴും ഉള്ളതാണ്. പിന്നെ ഹുഡീസും അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഓഫീസ് വെയർ സെക്ഷൻ. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത്, അടുത്ത സെക്ഷൻ ചേച്ചി പറയും. ഈ ചേച്ചി പറയട്ടാ. ഡെയിലി വെയറിന്റെ ഒരു കലവറയാണ് ഇവിടെ കാണുന്നത്. ഇതീ കാണുന്നതാ? എനിക്ക് തോന്നണം ഇത് മൊത്തം വിലക്കുറവായിരിക്കും, ഓഫേഴ്സ് ആയിരിക്കും. ചേച്ചി ഇവിടെ എങ്ങനെയാ നമുക്ക് ഓഫർ ഒക്കെ? നമുക്ക് 99 രൂപ മുതലുള്ള പാൻസ് അവൈലബിൾ ആണ്. ഏതാ 99? ഇതാ 99 രൂപ തൊട്ട് പാൻസ്. 99 രൂപ പാൻറ് അങ്ങനെ പറയായിരിക്കും ബെറ്റർ. 99 രൂപയ്ക്ക് നമുക്ക് പാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുർത്തി. ഇതൊക്കെ എന്നിട്ട് പാവാട, സ്കേർട്ട്, പലാസോ അങ്ങനെ. പിന്നെ ഇതൊക്കെ എത്രയാ വരുന്നത്? ഇത് 200 സംതിങ് ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. 200. പിന്നെ 100 ഒക്കെ ഞാൻ ഇവിടെ കണ്ടുല്ലോ. ഇതല്ല 100? എത്രയാന്ന്? ഏതാണ്
ഇതാ ആ 130 റേറ്റ് 130 ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. 130ന്റെ കുർത്തി 129. 129. ആ പോരട്ടെ, ഇപ്പഴാ ഒരു ഹൈപ്പായത് കേൾക്കുമ്പോ റേറ്റ്. ആ 100 ഒക്കെ 100 ആണ് കേട്ടോ. സംതിങ്ങിന്റെ ടോപ്സ് ആണ്. അപ്പൊ ഇത് ഏതെടുത്താലും 100 സംതിങ് വരുള്ളൂ. കണ്ട 120, 139, 140 ആ റേഞ്ച് ഒക്കെ വരുന്നത്. അപ്പൊ 139, 149 ഇതൊക്കെ 139 ആ റേഞ്ച്, 140 ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അധികമൊന്നും ഇല്ല റേഞ്ച് വരുന്നത്. അപ്പൊ ഇത് ഏതെടുത്താലും നമുക്ക് ഇഷ്ടമൊക്കെ ഇത് മാത്രല്ല റേറ്റും ഇഷ്ടമായി, ടോപ്പ് മാത്രല്ല റേറ്റും ഇഷ്ടമായി കേട്ടോ. അത്രയ്ക്ക് റേറ്റ് വരുന്നത്. ഇതൊക്കെ ഇപ്പൊ എന്നെ കൊണ്ട് ബില്ലടിപ്പിക്കാനുള്ള പരിപാടിയാണ്. അല്ല, ഞാൻ ഇതൊക്കെ മേടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വരുന്നവർക്ക് കൊടുക്കാറുണ്ടോ? ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ഗോഡൌണിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, ഞാൻ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ടായാലും സാധനം ഉണ്ടോന്ന് അറിയണ്ടേ. അപ്പൊ ഇത് ഇത്ര റേറ്റ് വരുന്നുള്ളൂ. വെറും 139 നമുക്ക് അടിപൊളി ടോപ്പുകൾ കേട്ടോ, വെറും ടോപ്പുകൾ. പിന്നെ ഈ സെക്ഷനൊക്കെ എന്താ പറയുക, ഷോർട്ട് കുർത്തീസ്, അതും പെപ്ലം സ്റ്റൈലിൽ വരുന്നുണ്ട്. ഇതൊക്കെ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ടോപ്സുകൾ, ടീഷർട്ടുകൾ, ഇതൊക്കെ നമുക്ക് റേറ്റ് കുറവുള്ള ആ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ കോട്ടൺ തന്നെയാണ് വരുന്നത്. ചേച്ചി ഈ സെക്ഷനിൽ നിൽക്കുന്ന ചേച്ചിയാണ്. ഈ സെക്ഷനിൽ നിൽക്കുമ്പോൾ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് മെയിനായിട്ട്? ഇവിടെ എപ്പോഴും തിരക്കുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. മൊത്തത്തിൽ നോക്കുമ്പോ ഈ ഒരു ഫ്ലോറ് അതാണ്. ഇപ്പൊ തിരക്കൊക്കെ സാധാരണ എത്ര മണിക്കൊക്കെ വരാറ്? സാധാരണ കുറച്ചുകൂടി കഴിയണം, ഉച്ചതിരിയണം അല്ലേ? ഇപ്പൊ ഉച്ച സമയമാണ്, അതുകൊണ്ടാണ് ഈ തിരക്ക് കുറവ്. എന്തായാലും തിരക്കുണ്ട് അത്യാവശ്യം കേട്ടോ. ഞാൻ ആ സൈഡൊക്കെ നോക്കുകയാണെങ്കിലേ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഏരിയയും കൂടിയാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ പോയാൽ റണ്ണിങ് മെറ്റീരിയലിലേക്ക് പോവാം. റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അതിന്റെ പുറമെ നമുക്ക് ഈ ഒരു ജീൻസ് വെറുതെ ഒന്ന് ഓടിപ്പിച്ച് കാണാം. ജീൻസുകളുടെ അതുപോലെ തന്നെ സ്കേർട്സ്. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൈഡ് തൊട്ട് ആ അറ്റം വരെ നമുക്ക് അല്ലേ, അറ്റം വരെ ഉണ്ട്, തിരിഞ്ഞിട്ടും ഉണ്ട് അപ്പുറത്തേക്ക് ഉണ്ട്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ മൊത്തം നമുക്കൊരു മാച്ചിങ് സെന്റർ അല്ലെങ്കിൽ മെയിൻ ഫാബ്രിക്സ്, പിന്നെ എല്ലാ തരം മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ തരം എന്ന് പറഞ്ഞാൽ എല്ലാം തരം മേഡം വരുന്നുണ്ട്. പിന്നെ ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. ഓർഗൻസ ആയാലും ജിമിച്ചു ആയാലും മൽച്ചന്തേരി ആയാലും കോട്ടൺ അങ്ങനെ തുടങ്ങി A to Z ഇപ്പൊ ലേറ്റസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഫാബ്രിക്സ് വരെ ഇവിടെ അവൈലബിൾ ആണ്. അത് പ്ലെയിനില് പ്രിന്റില്, പിന്നെ ജോർജറ്റില് പ്രിന്റ് വരുന്നത്, അങ്ങനെ തുടങ്ങി എല്ലാ ഐറ്റംസ് ഉണ്ട്. പിന്നെ മോഡൽ വരുന്നുണ്ട് കേട്ടോ മേഡം. വെൽവെറ്റില് വെൽവെറ്റ് ആണല്ലോ പെരുന്നാളുടെ മെയിൻ ഹരം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവര് സാധാരണ പെരുന്നാൾ പറയുമ്പോ ഈ റംസാൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇവിടെ വിഷു വരുന്നത് ഐറ്റംസ് ഇതാ കിടക്കുന്നു. അത് പറയും, വിഷു ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ഈസ്റ്റർ ഉണ്ട്. ഇതിനൊക്കെ ഐറ്റംസ് വേണ്ടേ? എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ വിഷുവിന് വരുന്ന ഐറ്റംസ്. വിഷുവിന് ആയാലും ഓണത്തിനായാലും എന്തിനു വേണേലും ഇട്ടോ, എല്ലാ മോഡൽസും ഉണ്ട്. അതെ, വീഴണ്ട പണി നടന്നോട്ടെ. അതിന്റെ ഇടയിൽ കലങ്കാരി വരുന്നുണ്ട്. കലങ്കാരി ഉണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, അതെ നിലത്തും കുറവ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കട്ട് പീസുകളും വരുന്നുണ്ട്. ഫുൾ റോൾ ആയിട്ടും വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നോക്കിയേ, നമുക്ക് ഫുൾ ഒരു റണ്ണിങ് മെറ്റീരിയൽസ് മാച്ചിങ് സെന്ററിന്റെ ബ്ലൗസുകളുടെ അല്ലെ. ഇതും ബ്ലൗസുകളുടെ ബ്രൊക്കേഡിന്റെ വരുന്ന കളക്ഷനാണ്. ബ്രൊക്കേഡിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ ഇതാണ് പർച്ചേസ് ചെയ്തതാണ് കൊണ്ടുപോണത്. ഒരു മിനിറ്റ് നോടെ ബാഗ് ബില്ലടക്കം അതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണോ? ഒരു മിനിറ്റ് കേട്ടില്ല. പറഞ്ഞു എന്താ പറയാ, ഇത് കസ്റ്റമേഴ്സിന് മിസ്സാവാൻ പാടില്ലല്ലോ നമ്മൾ ഐറ്റം കൊടുക്കുമ്പോ. അറ്റാച്ച് ചെയ്തിട്ട് കസ്റ്റമർ മുന്നേ അടുത്തത് നെക്സ്റ്റ് പർച്ചേസിന് വേറെ ഫ്ലോറിൽ കയറി. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോ ഫ്ലോറിലത്തെയും ബില്ലടിച്ചിട്ട് സെക്ഷനിലെ എല്ലാം കൂടി ഒരുമിച്ച് ബില്ലടിക്കില്ലല്ല അല്ല, അതായത് ഫ്ലോറിൽ ബില്ലടിക്കുന്നുണ്ട്. നമ്മൾ സീസൺ ആകുമ്പോൾ പ്രത്യേകിച്ച് തിരക്കിൽ വരാതിരിക്കാൻ. പിന്നെ പേയ്മെന്റ് ഒരുമിച്ച് ചെയ്തിട്ട് ഐറ്റംസ് ഒരുമിച്ച് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് അങ്ങോട്ട് ഒരു ഈ കാർഡ് എന്താ സംഭവം? ഇതായിട്ട് ബന്ധമില്ല. ഞാൻ വിചാരിച്ചു ATM കാർഡ് അടക്കം കയ്യിൽ കസ്റ്റമർ കൊടുത്ത് വിട്ടോ. പെട്ടെന്നുണ്ടെങ്കിൽ അതും തരും, നമ്പർ പറഞ്ഞു തരും, അതൊക്കെ ഉണ്ട് പെട്ടെന്ന്. അത് അത്രയും വിശ്വാസം തന്നെ. കൽപ്പക വെഡിങ് അത് എവിടെയുള്ള കൽപ്പക? കുന്നംകുളം. അതാണ് നമ്മുടെ കുന്നംകുളം. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഈ ഒരു ഫ്ലോർ നമ്മുടെ കഴിഞ്ഞിട്ടില്ല, ഞാനിവിടെ നിർത്താണ്. പക്ഷേ ഇങ്ങോട്ട് വാ, ഈ ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഹാൻഡ് ബാഗുകളൊക്കെ കാണിക്കാം. ഒന്ന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മോളിന്റെ ഒരു ഫീലിംഗ് ആണ് മെയിൻ ആയിട്ട്. സാധാരണ ഒരു ഷോപ്പിംഗ് മോളില്ലേ, ആ ഒരു മോളുടെ ഫീലിംഗ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവരുടെ ഒരു വർക്ക് ചെയ്തിരിക്കുന്ന, ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സെക്ഷൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ചേച്ചിമാരിങ്ങനെ കോണിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതും നോക്കിയാൽ എന്ത് രസാ. അപ്പൊ കസ്റ്റമർ അത്യാവശ്യം എല്ലാ ഫ്ലോറിലും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പിന്നെയും വന്നാ ഇനി ചെറിയതായിട്ട് എനിക്ക് ആക്സസറീസും കൂടി കാണിക്കാണ്ട്. ഇവിടെ ബാഗ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ
എന്ത് ആവശ്യം ഉണ്ടോന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കൽപ്പകയില് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഹാൻഡ് ബാഗ്സും ഉണ്ട്, അതുപോലെ തന്നെ പെർഫ്യൂംസും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇതും ചെറിയൊരു സ്റ്റോർ തന്നെയല്ലേ പെർഫ്യൂംസ് ഒക്കെ അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്, അങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വ്യാപിച്ചെടുക്കാണ്. അപ്പൊ നമുക്ക് ഇനി മുകളിലേക്ക് പോയാലോ? ഇവിടെ നിന്നാ ഇവിടെ നിക്കലുണ്ടാവുമല്ലോ. ഇതും ഉണ്ട് കണ്ട. ശരിയാ, ആവശ്യമായ സാധനം എല്ലാം ഉണ്ട്. ഇനി ഒന്നെനിക്ക് പുറത്തേക്ക് പോണ്ട, കൽപ്പയില കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇനി ഇറങ്ങിയാൽ മതി അല്ലേ? അതന്നെ. അതാണ് ശരി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ. അതെ, ഇവിടെ എന്താ ഐറ്റംസ് വരുന്നത്? റെഡിമെയ്ഡ് ചുരിദാർ, കിഡ്സ് വെയർ, സെറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മുടെ പെണ്ണുങ്ങളുടെ ഐറ്റംസ്. ഇനി ഒരു സത്യം പറയട്ടെ, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. ഈ സെക്ഷനിൽ ഈ കുട്ടിയല്ലേ എനിക്ക് തന്നത്. ഇനിയിപ്പോ കുറച്ചു നേരത്തേക്ക് അയ്യോ എനിക്ക് എടുത്തു തരാൻ ഭയങ്കര എടുക്കായിരുന്നു കേട്ടോ. ഇത് മതിയാ, ഇത് മതിയാ, ഇത് മതിയാ. അതേപോലെ കുറച്ച് സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് കാണിച്ചെന്നേ. ആ പറഞ്ഞ മെറ്റീരിയൽ വൈസ് പറഞ്ഞത് ഒതുക്കി. ആ പറയ്, സിൽക്ക് മെറ്റീരിയൽ. ഇതൊക്കെ ഇപ്പൊ വന്ന ലേറ്റസ്റ്റ് കളക്ഷൻ അല്ലേ? ത്രീ പീസ് ഐറ്റംസ്. ദുപ്പട്ടത് ആ പിന്നെ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല നല്ല ലേറ്റസ്റ്റ് കളക്ഷൻ ആണ്. പുതിയ പുതിയ മോഡൽസ് ആണ്. ഇതൊക്കെ പുതിയ മോഡൽസ് ആണല്ലോ. കണ്ടോ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ കെട്ടാനുള്ളതും അതുപോലെ തന്നെ ഇതാ കോട്ടനില്, കോട്ടൺ അല്ലെങ്കിൽ സിൽക്ക് അല്ലെങ്കിൽ മൽച്ചന്തേരി, അങ്ങനെ പലതരം ചന്തേരികൾ വരുന്നുണ്ട്. ഗ്ലാസ് ചന്തേരി വരുന്നുണ്ട്. ഇതൊക്കെ സിൽക്ക് മെറ്റീരിയൽ തന്നെ ഫ്ലീറ്റഡ് ആയിട്ടുള്ളത് മോഡൽസ് പുതിയ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ പാർട്ടി വെയർ മാത്രമല്ല കേട്ടോ, നമുക്ക് എപ്പോഴും ഒരു സംഭവം, നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു പാർട്ടി വെയറിന് ഒരു ഡ്രസ്സാണ്, പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഇടാൻ തോന്നുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ വരുന്നത്. ഇതതിന്റെ ഇത് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നോർമലായിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ. തുണി ഒന്ന് വന്ന് പിടിച്ചു നോക്കി അപ്പോഴാണ് അറിയാൻ പറ്റുള്ള ആ ഒരു തുണിയുടെ. ഇതിന്റെ തന്നെ ഇപ്പൊ ഞാൻ നീലി അങ്ങോട്ട് ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലെ? കളേഴ്സ് അവൈലബിൾ. ആ പിന്നെ കളേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ പലതരം മെറ്റീരിയൽ. പിന്നെ സൈസസ് എങ്ങനെയാണ്? നമുക്ക് എത്ര സൈസ്? മീഡിയം തൊട്ട് നമുക്ക് ട്രിപ്പിൾ എക്സിൽ വരെ വരുന്നു. ട്രിപ്പിൾ എക്സിൽ വരുന്നുണ്ട് കേട്ടോ പാർട്ടി വെയറില്. ഇതൊക്കെ നല്ലതാണ്. ഒന്ന് പൊന്നിച്ച് പെട്ടെന്ന് കാണിച്ചേ. കണ്ട സിൽക്കില് ഫുൾ വർക്കോട് കൂടിയിട്ട് വരുന്നത് കേട്ടോ. സിൽക്കിലാണ്, ഹാൻഡ് വർക്ക് ആണ് വരുന്നത്. ആ നേരത്തെ ഞാൻ നീല പറഞ്ഞത് മറൂൺ ഇഷ്ടപ്പെട്ട കളറൊക്കെ തന്നെ. ഇതില് നെക്ക് ഇങ്ങനെ സിൽക്കിൽ വരുന്നത്. ഇതില് മോഡൽ നോക്കിക്കോ, ഇങ്ങനെ ഒരു ഫ്ലീറ്റ് ടൈപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഒക്കെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ പുതിയ കളക്ഷൻ എന്ന് തോന്നുന്നുണ്ട് എല്ലാതും. അപ്പൊ സൈസസ് ഇനി റേറ്റ് ഞാൻ പറയുന്നില്ല, ഞാൻ വീണ്ടും പറയാം. റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇത് ക്രഷ് മെറ്റീരിയൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇതൊക്കെ കാണുമ്പോൾ ഒക്കെ എടുക്കാൻ തോന്നുന്നുണ്ട്. എങ്ങനെയാ എടുക്കാണ്ടിരിക്കുക അല്ലെ കളക്ഷൻസ്? നീ എന്നെ ഇങ്ങനെ പിടിപ്പിച്ചോണ്ടിരിക്കുക, നീ അവിടെ മിണ്ടാണോ? അവള് കച്ചവടം നടത്താതിന്റെ ഇടയില്. ആ 4 കളേഴ്സ് വരുന്നുണ്ട്. 4 കളേഴ്സ്. ഓക്കെ, ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും പിക്ക് ചെയ്യാം അങ്ങനെ അല്ലേ? ഇത് ഇടുമ്പോ ഒരു പ്രത്യേക ഭംഗിയില്ലേ, അട്രാക്ഷൻ വരും. അതാണ് ഇതും മറൂൺ. ഓ ഇത് നോക്കിയാ ഫുൾ വർക്ക്. വർക്ക് കയ്യിലാ വർക്ക് ഒന്ന് എടുത്ത് കാണിച്ച്. ഫുൾ വർക്ക് അല്ലേ? ഷോളിലും ഫുൾ വർക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ഏതൊരു ഫംഗ്ഷൻ, ഞാൻ പെരുന്നാളിന് എടുത്ത് പറയുന്നില്ല, നമ്മുടെ ആവശ്യം എന്താണ് അതിനനുസരിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയലും എല്ലാം സൈസും എല്ലാം വർക്കിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ വെസ്റ്റേൺ മോഡൽ പോലെ വരുന്നതാണ്. ഇത് കണ്ട എന്താ പേര്? എന്റെ പേര് സൗമ്യ. അച്ചടപടാന്ന് കുറച്ചുകൂടി കളക്ഷൻസ്. ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് ഇതാ അടിപൊളി ഒരു എ ലൈൻ സ്റ്റൈലിൽ വരുന്നത്. ഇതിന്റെ ദാമന്റെ പോർഷനിലാണ് വർക്ക് വരുന്നത് കേട്ടോ. ഇപ്പൊ തോന്നുന്നു ബ്ലാക്ക് ഇട്ടാ ഇത് തന്നെയല്ല സെയിം ഞാൻ ഇട്ടിരിക്കുന്ന അല്ലല്ലോ. ഞാൻ ഇട്ടിരിക്കുന്ന മോഡൽ ഇത് ഏതാ മെറ്റീരിയൽ? അത് സിൽക്ക് മെറ്റീരിയൽ. എനിക്കിതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിന്റെ ഒരു സ്ലീവ് പോർഷൻ തന്നെയാണ് കേട്ടോ ഇഷ്ടമായത്. അതും ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു സിമ്പിൾ പക്ഷെ നല്ല കംഫർട്ട് ആ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ എങ്ങടെ പോയേ? ഷറാറ നോക്കും മാഡം. കണ്ടോ ഷറാറ ഗറാറ അങ്ങനത്തെ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടെന്ന് കണ്ടോ. ഇത് ലൈറ്റ് പേസ്റ്റൽ വരുന്നുണ്ട്, ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ മോഡലാണ്. സൈഡിൽ പ്രിന്റ് വർക്ക് ഒക്കെ വരുന്ന ഒരു മോഡൽ പാൻറ് കേട്ടോ. ഇവിടെ നമുക്ക് ഇവരുടെ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറയുമ്പോ ഈ ഒരു സമയം ആയതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല, രാത്രി 12 മണി വരെ. നിങ്ങൾക്ക് എത്ര മണിക്ക് പോകും? ഞങ്ങൾ 12 മണിക്കാണ്. നിങ്ങൾക്ക് 12 മണി വരെ ഇരിക്കോ? രാവിലെ 9 മണിക്ക്. അതെ, ഇത് മാഡം വേറൊരു മോഡലാണ്. സ്കേർട്ടാണ് വരുന്നത്. സ്കേർട്ട് ടൈപ്പ് വരുന്നത്. ഇപ്പൊ ട്രെൻഡായിട്ട് നമ്മൾ മാനിക്യൂറിന് ഫുള്ളും സെറ്റ് ചെയ്ത് കളറിലുള്ള ആൾക്കാർക്കും ചേരുന്ന ഡ്രസ്സുകളുണ്ട്. അതാണ് ഷോളിലൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ടയിലടക്കം വരക്കും. ഇത് കാണിക്കാൻ നിന്നാ ഇവിടെ നിക്കലുണ്ടാവുമല്ലോ. അതെ, ഇങ്ങോട്ട് വന്നാ ഞാൻ പോട്ടെ. വേറെ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ.
ഓ ഇത് സാരിയാന്ന് തോന്നുന്നു. 1 മിനിറ്റ്. റെഡി ടു വെയർ റെഡി ടു വെയർ സാരിയാണ് അല്ലേ? ഓക്കെ, റെഡി ടു ഇങ്ങനെ ഈ മോഡലാണ് അത് വരുന്നത്. ഓ സെറ്റ് 1 മിനിറ്റ് സാരി അല്ലേ? സൂപ്പർ. ഇതിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കളറും നന്നായിട്ടല്ലേ? ഇനി ആരായാലും ഒന്ന് നോക്കി പോകുന്ന ഒരു അടിപൊളി കളക്ഷൻ എനിക്ക് ഊരാൻ തോന്നുന്നില്ല. ഇതിന്റെ അട്രാക്ഷൻ വരുന്നതിന്റെ ഷോള് ഒരു വെറൈറ്റി ആണ് കേട്ടോ. കൈ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യണതാണ് വരുന്നത്. അല്ല ഇരുന്നാട്ട് മേഡം ഇതൊന്നും പോയൊക്കെ ഇതൊന്ന് ഇട്ടേ ഈ സാധനം. ഈ കൈ ഇപ്പുറത്തോടെ ഇട്ടു. ഇത് കയറ്റിവിട്. ആ ഇനി ഈ കൈ കൂടി കയറ്റിവിട്. ആ ഇതൊരു പ്രത്യേകത ഒരു മോഡലാണ് കേട്ടോ. ഒരു ഷ്രഗ് ടൈപ്പ് ആയിട്ട് വരുന്നത്. അപ്പൊ ക്രോപ്പ് ടോപ്പും ഇങ്ങനെ ഒരു സ്റ്റൈൽ. അപ്പൊ ഏത് സ്റ്റൈൽ വേണമെങ്കിലും കൽപ്പയില്ല. അത് വെറുതെ അല്ല കേട്ടോ. ആ താഴത്തെ വെഡിങ്ങിന്റെ ആൾക്കാർ പറഞ്ഞത്. നമ്മൾ കയറി വരുമ്പോ ഒരു ടീമിനെ കണ്ടില്ലേ? ഒരു ടീം ബില്ലടിച്ച് പോയി. പിന്നെയും പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല. അവർക്ക് പിന്നെ ഐറ്റംസ് കാണുമ്പോൾ എടുത്തോണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇതേ പിന്നെയും ഇത് വേറൊരു മോഡല്. ഇതിൽ എന്നിട്ട് പാന്റാ വരുന്നത്? പലാസോ മോഡലാണ് കേട്ടോ ഇത് വരുന്നത്. പിടിക്ക് പാന്റ് പിടിക്കും. കളേഴ്സും ഉണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം റയർ കളറുകളാണ് വരുന്നത് കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പ് സറാറ വരുന്നുണ്ട്. ഇത് ലേഡീസിന്റെ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഹരം കൂടുതൽ കാണിക്കാനായിട്ടുള്ളത്. ജെന്റ്സിന്റെ ഫ്ലെയർ പലാസയാണ് വരുന്നത് മാഡം. മിട്ടിപ്പാവാട പോലത്തെ ഐറ്റംസ്. ഓ സെറ്റില്ലേ? അപ്പൊ ഈ അതെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫ്ലോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്ലോറിൽ നമ്മളിവിടുത്തെ ഫ്ലോർ മാനേജറാണ്. ഫ്ലോറിൽ എന്താ മെയിൻ ആയിട്ടുള്ളത്? മെയിൻ ആയിട്ട് ചുരിദാറിന്റെ കളക്ഷൻ ഉള്ളത്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോ കുട്ടികളുടെ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെയാണ്. കുട്ടികളുടെ ഐറ്റംസ് ന്യൂ ബോൺ ബേബി തൊട്ട് എത്ര ഏജ് വരെയ്ക്ക് കിട്ടും? ഇവിടെ ഒരു 15 വയസ്സ് വരെ. 15 വയസ്സ് വരെ. പിന്നെ അതുപോലെ ലേഡീസിന്റെ ചുരിദാറ് വേറെ. പിന്നെ ഇവിടെ ഒരു സ്വർണ്ണ കോയിന് സ്വർണം ഒക്കെ കിട്ടുന്നൊക്കെ കേട്ടു. അതൊക്കെ ഉള്ളത് തന്നെയാണോ? കേട്ടതല്ല, അതൊക്കെ സത്യമാണ്. സത്യല്ലേ? ഉള്ളത് തന്നെയാണോ? ഓ ഞങ്ങള് ഇന്നലെ മുതൽ അത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ എത്രാം തീയതി വരെയാണ് നമുക്ക് ഈ ഒരു ഓഫർ വരുന്നത്? 15-ാം തീയതി വരെ. മാർച്ച് 15-ാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ വരുന്നത്. മാർച്ചാണോ ഏപ്രിലാണോ എന്നൊക്കെ നോക്കട്ടെ. എന്തായാലും താങ്ക് യു. അപ്പൊ ഈ ഒരു ഫ്ലോർ മാത്രല്ല മാർച്ചല്ലാട്ടാ ഏപ്രിൽ 15 കണ്ടാ തെറ്റി. സോറി, ഞാൻ ഇവിടെ എവിടെയോ ഏപ്രിൽ എന്നുള്ളത് കണ്ടത്. അത് ഇന്നലെ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ തുടങ്ങിയുള്ളൂ. പിന്നെ തിരക്കുണ്ട്. പിന്നെ ഇവിടെ തിരക്ക് ഇപ്പൊ എന്തുകൊണ്ടാ ഇല്ലാത്തത്? അത് നോമ്പുറ കഴിഞ്ഞിട്ടാണ് ഞങ്ങക്ക് തിരക്ക് വരിക. പിന്നെ ആള് ഇവിടെ 12 മണി വരെ ഉണ്ട്. രാത്രി 12 മണി വരെ. അപ്പൊ നൊയമ്പ് ആയതുകൊണ്ടാണ്. അപ്പൊ 6 മണി കഴിഞ്ഞാലേ എല്ലാരും പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷോപ്പിൽ നല്ല തിരക്ക്. അതുകൊണ്ടാണ് ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. പകല് 12 മണി അല്ല കേട്ടോ, രാത്രി 12 മണി വരെ. സാധാരണ എത്ര മണി വരെ ഉണ്ടാവും? നോർമൽ സാധാരണ 9 മണി വരെ. 9 മണി വരെ. അപ്പൊ അത് കാരണം നമ്മൾ കുറച്ചുകൂടി സമയം കൂടുതൽ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫ്ലോറിനെ കുറിച്ച് ഒന്നുകൂടിയും ഒരു കളക്ഷൻസും അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ലൈവായിട്ട് കാണിച്ച കുറെ സംഭവങ്ങളുണ്ട്. ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഈ നമ്മൾ സറാറ ഗറാറ മോഡൽസ് ഇങ്ങനത്തെ കാണിച്ചില്ല. ഇതൊക്കെ ഫുൾ ആ ഡമ്മിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് ഫുൾ കുട്ടികളുടെ ഐറ്റംസ്, ന്യൂ ബോൺ ബേബീസിന്റെ, അതുപോലെ ബ്രാൻഡഡ് നോൺ ബ്രാൻഡഡ് ഐറ്റംസ്, ആക്സസറീസും, അങ്ങനെ എല്ലാ ഐറ്റംസ് ഈ ഒരു ഫ്ലോറിലുണ്ട്. ഒരു കുട്ടിയുടെ ഡ്രസ്സ് അവിടെ സെലക്ട് ചെയ്യേണ്ട ഒന്ന് വരാണെങ്കിൽ നമുക്ക് അവരുടെ ഒന്ന് ചോദിച്ചറിയാം. കുട്ടികളാണല്ലോ മെയിനായിട്ട്. പിന്നെ കുട്ടികളെ ഹലോ സെലക്ട് ആയാ? മോനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തോ? വരും ഇങ്ങോട്ട്. കുഴപ്പമില്ല, ക്യാമറയിൽ പാടില്ല അല്ലേ? ആ ഡ്രസ്സ് സെലക്ട് ചെയ്തത് ഒന്ന് എവിടെ വെച്ചിരിക്കണേ? ബാസ്കറ്റ്. ഓക്കെ, അവരെടുത്തതോളൂ. ഉമ്മയ്ക്ക് വരാൻ പാടില്ല ക്യാമറയിൽ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവരാണ്. അതെ എടാ, എങ്ങനെയുണ്ട് ഇവിടെ? നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ? അറിയാം ഉമ്മ ഇത് എടുത്താൽ മതി അങ്ങനെ പറയാറുണ്ടാ? എന്റെ ഇഷ്ടത്തിനാ. അതാണ് സെറ്റ്. നിന്റെ പേര് പറയും. ഹസീബ് സെറ്റ്. ഇവിടെ വേറൊരു കുട്ടിയും കൂടി കണ്ടു. ഞാൻ വീഡിയോയിലൊന്നും എടുത്തോട്ടെ? ഹലോ, എന്തായാലും മാസ്ക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. എനിക്ക് തിരിയണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി. ക്യാമറ എവിടെയാണ്? അല്ല, അവര് കുട്ടികളുടെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു? മൊത്തത്തിൽ ഈ ഒരു നമ്മുടെ കുന്നംകുളത്തുള്ള ഈ ഒരു കൽപ്പകനെ കുറിച്ചിട്ട് എന്താ മെയിൻ ആയിട്ട് പറയാനുള്ളത്? കുഴപ്പമില്ല, ഇഷ്ടമായി. കളക്ഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടെ അടുത്തുള്ളതാണോ? നിങ്ങൾ സ്ഥിരം
നിങ്ങളിവിടെ സ്ഥിരം വരാറുള്ളതാണോ? സ്ഥിരം വരാറുള്ളതാണ്. എങ്ങനെയുണ്ട് ഇവിടെ മൊത്തത്തിൽ? അടിപൊളി കളക്ഷൻ ആണ്. വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പിന്നെ കിഡ്സിന്റെ ആയാലും നല്ല സെലക്ഷൻസ് ഉണ്ട്. പിന്നെ നല്ല ഓഫറിന് കുറെ ഡ്രസ്സുകൾ കിട്ടും. ഡെയിലി വെയേഴ്സ് ഒക്കെ നല്ലോണം കിട്ടാറുണ്ട്. റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? കുറവാണ്? സെലക്ഷൻ പോട്ടെ, റേറ്റ് കുറവന്നെ. ഡെയിലി വെയേഴ്സിനൊക്കെ നല്ല റേറ്റ് കുറവ്, ചീപ്പ് റേറ്റിന് കിട്ടാറുണ്ട്. അപ്പൊ പുറമെ കാണുന്ന ഈ വലിയ കടയുടെ ഭംഗി നോക്കണ്ട, ഉള്ളിൽ നമുക്ക് നല്ല എന്താ അഫോർഡബിൾ ആണ് എല്ലാതും നമുക്ക്. ഇവിടെയാണ് നമ്മുടെ ലേഡീസിന്റെ ഐറ്റംസ്, സാരി സെക്ഷൻ ആണെന്നാ പറഞ്ഞത്. സാരി സെക്ഷൻ ആണ്. ഇവിടെ എന്താ ഐറ്റം? ഇവിടെ അണ്ടർസ്കേർട്ട്. അണ്ടർസ്കേർട്ട് അത് ഇട്ടിട്ടാണല്ലോ സാരി ഇട്ടിട്ട്. അവിടെ തന്നെ നമുക്ക് തുടങ്ങാം. ഒരു ഗ്യാപ്പ് പോലും വെറുതെ വിട്ടിട്ടില്ല. നിങ്ങൾ കസ്റ്റമർ അല്ലേ? നിങ്ങൾ ഇവിടെ അടുത്തുള്ളവരാണോ? ഗുരുവായൂര്. ഒന്ന് തിരിഞ്ഞ വേണ്ടേ? മുഖം കാണിക്കണേ ഇങ്ങനെ നിന്നാലും മതി. ഗുരുവായൂരിന്നാണോ വരുന്നത്? ഇവിടെ സ്ഥിരം വരാറുണ്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആണോ? ഇടയ്ക്ക് വരാറുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ മൊത്തത്തിൽ? ഗുരുവായൂരിന്ന് ഒരു അണ്ടർ സ്കേർട്ട് മേടിക്കാനായിട്ട് കൽപ്പക വരെ വരണമെങ്കിൽ എന്തായിരിക്കും കൽപ്പക അല്ലേ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ? റേറ്റ് കുറവുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് കാണുമ്പോൾ പേടിയാവും? അങ്ങനെ വലിയ കടയാണോ? അങ്ങനെ ഒരു ഫീലിംഗ് എന്താ? കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടത് കിട്ടാം. മോളാണോ? മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സ്പെഷ്യലായിട്ട്? അമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യാണോ? മോൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കടനെ കുറിച്ച് പറയാണ്ട? നല്ല കടയാണ്, നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട്. റേറ്റ് കുറവുണ്ട്. എങ്ങനെയാ? മോളെ എത്രയല്ല പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ. ഇവിടുന്ന് മോൾക്ക് കിട്ടാറുണ്ടായത്? ഡ്രസ്സുകളൊക്കെ മേടിക്കാറുണ്ടോ? ഇവിടെ തന്നെ വാങ്ങിക്കാറ്. അതെ, ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് പഠിക്കാൻ കൂടി ഞങ്ങക്ക് ട്രയൽ റൂമും വേണ്ട, ഒന്നും വേണ്ട. അന്ന് ലൈവാണ് ഇവിടെ. നോക്ക്, ഇനി ഒന്നും വേണ്ട. ഉമ്മനെ സിനിമയിലെടുത്തു. അഭിനയിക്കാൻ വരുന്നുണ്ട്. അടുത്ത സിനിമ പറഞ്ഞു ഡേറ്റ് തരാന്ന്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വിഷു, ഓണം അതിനൊക്കെ പറ്റിയിട്ട് പാലുകാഴ്ചയിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് സെറ്റ് സാരിയും സെറ്റ് മുണ്ടിന്റെ പലതരം വർക്കുകളും പല കരകളായിട്ടുള്ള ഇഷ്ടം പോലെ സാരീസും. എന്താ കേട്ടില്ല? എന്താന്ന്? എന്റെ തലയിലൊന്നും ഇല്ലാത്ത പാടം എടുത്തേക്കണം. തൊപ്പി ഇതുണ്ടായിരുന്നല്ലോ. മാത്രം പോരാ. അല്ല, നമ്മള് കട്ട് ചെയ്ത് വേറെ എടുത്തോളൂ. ഒന്നുകൂടെ എടുക്കാൻ സ്റ്റൈലായില്ലൊന്നും നേരത്തെ എടുത്തത്. എനിക്ക് വയ്യ. ഇപ്പൊ എവിടെയെങ്കിലും കാണിക്കൂലേ? പരസ്യം കൊടുക്കൂലേ? അത് വേണം. അപ്പൊ ഒന്നുകൂടി നല്ല സ്റ്റൈലായിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ട് ഇതേ സ്റ്റൈലല്ല. മുണ്ടില്ലാത്ത പോലെ ഞങ്ങക്ക് നോമ്പുള്ളതാണേ. പക്ഷെ നമ്മളിത് നോക്കി എടുക്കാൻ വേണ്ടി വന്നതല്ലേ കടയില്ല. അപ്പൊ പിന്നെ പ്രശ്നം വരില്ലല്ലോ. ഇതൊക്കെ നമ്മുടെയാണോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പൊ എടുത്തിട്ടതാണോ? ഇപ്പൊ എടുത്തിട്ടതല്ലേ? ഇത് ചേരുന്നുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. എങ്ങനെയുണ്ട് കടനെ കുറിച്ച് മൊത്തം? നല്ല കടയാണ്, നല്ല കളക്ഷൻസ്, അധികം റേറ്റും ഇല്ല. എല്ലാവർക്കും ആകെ ഒരേ ഒരു വാക്ക് പറയാലോ, നല്ല കളക്ഷൻസ് ഉണ്ട്, റേറ്റ് കുറവുണ്ട്. കൽപ്പക വെഡിങ് അല്ലേ? ഇത് എവിടെയാ നിങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞ? വടക്കേക്കാട്. അത് ഇവിടുന്ന് എന്തോരം ദൂരം ഉണ്ട്? ആൽത്തറ പുത്തമ്പള്ളി പോണ റൂട്ട്. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞ എനിക്ക് അറിയില്ല. നിങ്ങളെ വീട് എവിടെയാ? എന്റെ വീട് പ്രോപ്പർ തൃശ്ശൂര് റൗണ്ട്. എന്നിട്ട് പുത്തമ്പള്ളി കുന്നംകുളം അറിയോ? കുന്നംകുളം അറിയാത്തവരാരുള്ള? കുന്നംകുളം പടിഞ്ഞാറ് ഭാഗം ഞങ്ങള്. അപ്പൊ ഇവിടെ അത്ര ഇല്ലാന്ന് 10 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതാണ് നമ്മുടെ ഉമ്മച്ചി. എനിക്ക് ഉമ്മച്ചിന്റെ ഇഷ്ടേ. അടുത്ത സിനിമയിലേക്ക് ആരെങ്കിലും ഡേറ്റ് കൊടുത്തോളൂട്ടോ, സിനിമയിൽ അഭിനയിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കരുട്ടോ, ഞങ്ങൾക്കത് ദോഷം. ഞങ്ങള് ഉമ്രക്ക് പോകാൻ പോവാണ്. ഇതാണ് കഥ കാരണം 28-ാം തീയതി അവിടെ നിന്ന് വെച്ചെങ്കിൽ സന്തോഷായി. അതെ, അപ്പൊ ഇനി നമുക്ക് ഇവിടേക്ക് പോവാം. താങ്ക് യു ട്ടാ, താങ്ക് യു. ഇനി ഈ ഒരു സെക്ഷൻ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ്. നമുക്ക് വെഡിങ് അല്ല, സോറി, നമ്മുടെ സെറ്റ് സാരി, സെറ്റും ഉണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ളത് പറയുമ്പോൾ ഇവിടെ ഡമ്മിയിൽ എടുത്ത് വെച്ചിരിക്കണ ഈ ഒരു സംഭവമാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടമായിട്ടുള്ളത്. പാർട്ടി വെയർ. ഇത് സാരി തന്നെയാണോ? ഇത് ആരാണ് ഇങ്ങനെ ഉടുപ്പിച്ചത്? ഡിസൈനർ ഉണ്ട്. അപ്പൊ അവരാണ് ഇതുപോലെ ഉടുപ്പിക്കണത്. സംഭവം കണ്ടു കഴിഞ്ഞാൽ പറയൂല അല്ലെ സാരി എന്നുള്ളത്. ഇതുപോലെയൊക്കെ ഉടുക്കാൻ പറ്റൂല സാരി. അല്ല, ബ്ലൗസിലും കാര്യം നടക്കുന്നു. എനിക്ക് ഇതാണ് മെയിൻ ആയിട്ട് ഇഷ്ടമായിട്ടുള്ളത്. ഇനി മൊത്തത്തിൽ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ സമയം കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നാൽ മതി, സെറ്റ് ചെയ്ത് ഇവിടെ വന്നാൽ മതി, ഉടുപ്പിച്ച് തരുന്നു, ഇതുപോലെ അടിപൊളിയാക്കി തരുന്നു. ഈ ഒരു ഏരിയ വരുന്നത് നമുക്ക് ഫുൾ സാരീസ്. അത് നിങ്ങൾക്ക് എന്താ പറയാ, കോട്ടൺ സാരി, ഓയിൽ സാരി തൊട്ട് നമുക്ക് കാഞ്ചിപുരം സാരി വരെ ഉണ്ട്. അപ്പൊ ഒരു കല്യാണ പാർട്ടി തന്നെയല്ല, ഒരു വെഡിങ് പാർട്ടി, വെഡിങ് കളക്ഷൻസ് ആയ വെഡിങ് സാരി ആയാലും എന്തായാലും നമുക്ക് ഇവിടെ സെറ്റാണ് മൊത്തത്തിൽ. ഇനി നമുക്ക് സാരി നോക്കണ്ടത് അതോ ലാച്ചയിലേക്കാ നോക്കണ്ടത്? അല്ല, ഒരു കാര്യം കൂടി, യൂണിഫോം ഉണ്ട്. വിളിച്ചോണ്ടോണ കണ്ടില്ലേ? യൂണിഫോം സാരി. അതെ, നിങ്ങളാണ് ഇവിടുത്തെ മെയിൻ ആള്.
യൂണിഫോമിനെ കുറിച്ചിട്ട് പറയാൻ പറ്റില്ലേ? അതൊന്ന് പറഞ്ഞാ വേഗം വേഗം. യൂണിഫോം നമുക്ക് 200 സംതിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ യൂണിഫോം 1000 സംതിങ് വരെ വരുന്നുണ്ട് നമുക്ക് യൂണിഫോമില്. ഈ യൂണിഫോം എന്ന് പറയുമ്പോ വെറും പ്ലെയിൻ യൂണിഫോം അല്ല, അതില് നമുക്ക് ഇതൊക്കെ യൂണിഫോം ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ? കോട്ടൺ ടെസറൊക്കെ വരുന്നുണ്ട്. കോട്ടൺ ടെസർ, അതുപോലെ തന്നെ ഇത് കല്യാണി കോട്ടൺ വേണോ, ആ കോട്ടൺ വേണോ, ഈ കോട്ടൺ വേണോ, എത്ര പീസ് വേണമെങ്കിലും ഇപ്പൊ ഇതിന്റെ തന്നെ സെയിം നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് വിത്ത് റണ്ണിങ് ബ്ലൗസോട് കൂടിയിട്ട്. ആർട്ട് സിൽക്ക്, ടെസർ, പിന്നെ വിചിത്ര, പിന്നെ പ്ലെയിനില് ഇതാ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഫോയിലില് പല ഷെയ്ഡുകളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആകെ 200 തൊട്ട് സ്റ്റാർട്ടിങ്. അപ്പൊ ഇതില് കളേഴ്സ് വേണോ, പ്രിന്റ് വേണോ, പ്ലെയിൻ വേണോ, അതൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഇതൊക്കെ യൂണിഫോം സെക്ഷന്റെ ഒരു കളക്ഷൻ ആണ് സാരീസിൽ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മള് തുടങ്ങായി. അടുത്ത ഇവിടെ വരുമ്പോ ഒരു പ്രത്യേക ഈ സെക്ഷന് ചേച്ചിയാണോ ഓടല്ലേ? ഇതിനെ കുറിച്ച് പറയാൻ എന്താ ഉള്ളത്? നമുക്ക് ലെഹങ്കയാണത്. സ്റ്റാർട്ടിങ് നമുക്ക് 2000 എന്ന് പറയുമ്പോ ഒന്നും അല്ല എന്ന്. ഇത് ഫുൾ ലെഹങ്കകളായിട്ട് വരും. അത് തന്നെയാ വരുന്നത്. ലെഹങ്ക വരുന്നുണ്ട്, ഗൗണ് വരുന്നുണ്ട്, ലാച്ച വരുന്നുണ്ട്. ഒരു പീസ് ഒന്ന് എടുത്തായിരുന്നു, ഒരു പീസ് അടിപൊളിയായിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു സംഭവം. അതെ, പറയട്ടോ. അതെ, ഇങ്ങനെയാണ് സംഭവം. സെറ്റ് ചെയ്ത് നോക്കാം. ഇനി എന്താണ് വേണ്ടത് അല്ലേ? ഇതുപോലത്തെ അടിപൊളി സംഭവം ക്രോപ്പ് ടോപ്പ് ആയിട്ടുള്ളത് ഉണ്ട്. അതുപോലെ തന്നെ ഗൗൺ മോഡൽ വരുന്നുണ്ട്. ഇതിപ്പോ ഇങ്ങനെ വെച്ചാല് ആക്ച്വലി അത് ഉള്ളിലേക്ക് വെക്കണം. അപ്പൊ ഒന്നുകൂടി ഇങ്ങനെ ബ്രൈഡ് ലുക്ക് ആവൂലേ? റിസപ്ഷനൊക്കെ ബ്രൈഡലിന്റെ ഏരിയ ആണിത്. ഇവിടെ 2000 രൂപ തൊട്ട് എങ്ങനെയാ സ്റ്റാർട്ടിങ്? നമുക്ക് 2000 അല്ലേ തൊട്ട് സ്റ്റാർട്ടിങ് എന്നാ പറഞ്ഞത്. അത് വർക്ക് അനുസരിച്ചിട്ട് കയറി പോകും. ഓക്കെ, 20 വരെ. അതൊന്നും വേണ്ട, ഇതില്ലെങ്കിലും അടിപൊളിയാ. അതിൻ്റെതായിട്ടുള്ള ഭംഗിയിൽ വെക്കണ്ടേ? ഇവര് സെറ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് വിടുള്ളൂ. മേടിക്കണോ വേണ്ടെന്നുള്ളത് അത് രണ്ടാമത്തെ വിഷയം. ആദ്യം നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഭംഗി നോക്കൂ അല്ലേ? എന്നിട്ട് വേണം നിങ്ങൾ മേടിക്കുന്ന കാര്യം ചിന്തിക്കണേ. സെറ്റ് അല്ലേ? എനിക്കെന്നല്ല, മൊത്തം പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ്. വർക്ക് കൂടുതൽ ചെല്ലുന്തോറും അത്രയ്ക്ക് ഇഷ്ടമാണ് വരുന്നത്. അപ്പൊ ഇതൊരു ബ്രിക്ക് ഷെയ്ഡ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ. ലേറ്റസ്റ്റ് കളക്ഷൻ അല്ല, ലേറ്റസ്റ്റ് കളറാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് കേട്ടോ. ഇതും കൂടി ഒന്നിട്ട് കാണിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം സാരീസിന് ഇനി ഒരു സെക്ഷൻ വരുന്നുണ്ട്. ഇതൊരു ബ്രൈഡ് സെക്ഷന് വരുന്നുണ്ട്. അപ്പൊ വെറുതെ അല്ല, കല്യാണത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ഏരിയ വരുന്നത്. സാധാരണക്കാര് തൊട്ട് VIP വരെ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്ന ഫ്ലോർ മാനേജറാണ്. ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഒരു സെറ്റ്. അടിപൊളി. അപ്പൊ വയറ് കാണിക്കണോ കാണിക്കേണ്ടത് അത് നിങ്ങളുടെ തീരുമാനം. ഡ്രസ്സ് ഇവിടെ അടിപൊളി അല്ലേ? എന്താ പേര്? നിഷ. ഓക്കെ, പേര് നിഷ എന്നാ പറഞ്ഞല്ല, ഞാൻ പ്രതീക്ഷ എന്നാ കേട്ടെ. ഫ്ലോർ മാനേജർ ഇത് വേണ്ട, നമ്മൾ ഇത്തിരി VIP എന്താ അല്ല, ഇത് നമുക്ക് സാധാരണക്കാര് തൊട്ട് VIP പ്രീമിയം കസ്റ്റമർ വരെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ വരുന്നുണ്ട്. അതായത് ഒരു വട്ടം വന്ന ആൾക്കാർ തന്നെ അവരുടെ റിലേഷനോ അല്ലെങ്കിൽ കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അവരൊക്കെ ഇവിടെ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, കാരണം എല്ലാവരും ഇത് അവർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയൊരു റേറ്റ് ആണ്. അതായത് നോർമലി തൊട്ട് എല്ലാവർക്കും ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. ഇനി നമുക്ക് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വെഡിങ്ങിന്റെ ഒരു സെക്ഷനാണ്. അതിന് മുന്നേ ഈ ഒരു ഡമ്മിങ് കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിലത്തെ ഒരു വർക്ക് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബ്രൈഡിന്റെ ഒരു സെക്ഷനാണ്. കാഞ്ചീപുരം സാരി വരെ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ തന്നെയാണോ? എല്ലാ സൈഡും കാണിക്കും. എല്ലാ സൈഡും ഉണ്ട് അല്ലേ? നമുക്ക് എവിടെ വേണമെങ്കിലും നിന്ന് കഴിഞ്ഞാൽ സെറ്റ് ആണെന്ന്. ഒരു 2-3 സാരി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാരി എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ഒന്നുമില്ല. സാരിക്ക് സാരിയുടെ ആയിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ട്. അത് ബ്രൊക്കേഡ് സാരി, വെഡിങ് സാരി, ബ്രൊക്കേഡിന്റെ അല്ലെ? ഈ നമ്മുടെ സാരിയുടെ സെക്ഷൻ പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരും? 2000. ഇതും 2000 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഇതിപ്പോ കോൺട്രാസ്റ്റില് പ്ലെയിനില് വീതിയുള്ള ബോർഡർ, വീതി ഇല്ലാത്ത ബോർഡർ, അങ്ങനെ പല രീതിയിലായിരിക്കും അവൈലബിൾ അല്ലേ? പിന്നെ ഇതാകുമ്പോ ഒരു സിംഗിൾ ഷെയ്ഡ് അല്ലേ? 30 വരെ ഉണ്ട്. 30,000 രൂപ വരെ ഉണ്ട്. ഇനി 1 ലക്ഷം ചോദിക്കുകയാണെങ്കിൽ അതും നമ്മൾ എത്തിച്ചു കൊടുക്കും. അതാണ് കോൺഫിഡൻസ്. പോരെ കണ്ട, ഇതിപ്പോ സിംഗിൾ ഒരു ഷെയ്ഡ് വിത്ത് ടെസൽസോട് കൂടിയിട്ട് ഫുൾ ഒരു നമുക്ക് ഗോൾഡിന്റെ സെറി വർക്ക് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇനി പേസ്റ്റലിൽ ഒരെണ്ണോടും കാണിച്ചെന്നേ. ഇതിന് എന്ത് ഷെയ്ഡാ പറയാ?
അതിന്റെ ഒരു ഗോൾഡൻ ഒരു ഗോൾഡൻ ടിഷ്യൂ. അതെ അല്ല ഒന്ന് പൊന്തിച്ച് ഒന്ന് വെച്ച മേത്ത് അവിടെ ആ ചേച്ചിയുടെ മേത്ത് തന്നെ വെച്ചോ. ആരേലും മേത്തൊന്ന് വെക്കി, ഇപ്പൊ വെക്കി, ആരേലും മേത്ത് വെക്കി. അല്ല അത് വെച്ചാൽ അതിന്റെ ഒരു ഭംഗി കാണില്ല, ഇങ്ങനെ നിലത്ത് വിരിക്കണത് കണ്ട. ഒരു പേസ്റ്റല് ഈ ഒരു ലുക്കാണ് വരുന്നത്, ടിഷ്യൂലല്ലേ പേസ്റ്റല് കേട്ടോ. ഇനിയിപ്പോ നമുക്കൊരു വെഡിങ് ബ്രൈഡിന് വേണ്ടിട്ട് ഈ ഒരു കളർ ഇപ്പൊ ഇതൊരു ലാവൻഡർ. ഇതൊരു സിംഗിൾ ആണിത്, സിംഗിൾ ഷെയ്ഡ്. ഇതും ഒന്ന് വെച്ച് കാണിച്ചു തരുമോ? സാരി ഇങ്ങനെ വെക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി വരുള്ളൂ. വെച്ചൊന്നും എത്ത് കണ്ട എന്താ ഭംഗി കാണാൻ. ഇതൊക്കെ ഇനി ബ്ലൗസ് ഒക്കെ തയ്ച്ച് അതിൽ ഹാൻഡ് വർക്ക് ഒക്കെ ആയി വരുമ്പോ കല്യാണപ്പെണ്ണ് വരുമ്പോ മാറി നിൽക്കൂട്ടാ. ആ പോരെ. ഇനി ഫാൻസി സാരി ഒരു 2 എണ്ണം വേഗം ഒന്ന് ഓടിപ്പിച്ച് കാണിച്ചേ. ഫാൻസി സാരി അത് പല മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇതിപ്പോ നെറ്റില് ഫുൾ വർക്കോട് കൂടിയിട്ട്, നെറ്റ് അല്ലാത്തതില് ഇത് നെറ്റ് അല്ലാത്തത് വേറെ മെറ്റീരിയൽ, ജോർജറ്റ് മെറ്റീരിയൽ ഫുൾ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റില് നെറ്റില് ഫുൾ വർക്ക് കേട്ടോ. ഞാനിത് നിവർത്തുണ്ട് ഫുള്ള്. നിങ്ങൾക്ക് ഒന്ന് നീങ്ങിക്കോ. ആ അടിയില് തുണി വെച്ചാലാണ് അതിന്റെ സെറ്റായി വരുന്നത്. ഇതാണ് തുണി അടക്കം ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? വിത്ത് ബ്ലൗസോട് കൂടിയിട്ട്. ബ്ലൗസിന് ലൈനിങ് അടക്കം വരുന്നുണ്ട്. ഓ ഇത് സെറ്റ് ചെയ്ത് തരുമ്പോഴേക്കും ഇവിടെ അടുത്ത സമയം പോവും. അതാണ് സെറ്റ് ചെയ്ത് നോക്കാം. എത്ര മിനിറ്റ്? സെക്കൻഡില് ഒരു സെറ്റ് ചെയ്ത് തരുന്ന പറയണ, എന്നാലും വേണ്ട. ഇതാ ഇത് നമുക്ക് നെറ്റിലാണ് വരുന്നത്. നെറ്റില് പല കളേഴ്സിലും ഫുൾ വർക്കോട് കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഷോൾ ആയിട്ടുള്ളതും വരുന്നുണ്ടല്ലോ. ഓക്കെ, ഷോൾ ആയിട്ടുള്ളതും പിന്നെ ഷോൾ ഇല്ലാത്ത പിന്നെ ഇതൊക്കെ വിത്ത് ബ്ലൗസിൽ ഫുൾ വർക്കോട് കൂടിയിട്ട് വരുന്നത്. അതുപോലെ ഈ കാണുന്നതും ഫുൾ ഫാൻസിയിൽ വർക്ക് വരുന്നത് കേട്ടോ. അടിപൊളി കളക്ഷൻ. ഇത് ഫാൻസിയിൽ വർക്ക് വരുന്നതാണ്. ഇതില് ഷോള് വരുന്നത്. ഷിഫോണിലും നെറ്റാണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലേ? മെയിൻ ആയിട്ട് വരുന്നത് നെറ്റാണ് വരുന്നത് കേട്ടോ. കൂടുതൽ എൻക്വയറി ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ബ്രൈഡൽ ഒരു സാരിയുടെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇനിയിപ്പോ സാരി ഉടുപ്പിച്ച് കാണിക്കാന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നി ഈ ഒരു ഏരിയ ആണ് നമുക്ക്. അപ്പൊ ബ്രൈഡലിന് ഇങ്ങനെ കയറി നിന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് അതാണ് ഒരു 2 സെക്കൻഡ് മതി പെട്ടെന്ന് സെറ്റ് എന്തായാലും ഈ ഒരു സെക്ഷൻ നമുക്ക് ഒരു കല്യാണ പെണ്ണ് നിൽക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ പോട്ടെ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തരം സാരീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഓയിൽ സാരി തൊട്ട് ഇവിടെ എല്ലാം സാരീസ് ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. വന്ന് നോക്കുക, ഇഷ്ടമുള്ളത് ആവശ്യമനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇവിടെ എന്താണ് സംഭവം ഇരിക്കുന്നത്? ഇത് ഫുൾ കോട്ടൺ സെക്ഷനാണ് വരുന്നത്. കോട്ടൻ്റെ പലതരം വെറൈറ്റീസ് കലംകാരിയിലുണ്ട്, മൽക്കോട്ടനിലുണ്ട്, ബാട്ടിക് പ്രിന്റിലുണ്ട്. ഇതൊക്കെ കോട്ടൻ്റെ പല വെറൈറ്റീസ് ആണ് ഇരിക്കുന്നത് അല്ലേ. ഒരു മിനിറ്റ് മൈക്ക് വെച്ചാലാണ് ഏകദേശം നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ് ഇതൊന്ന് വെച്ചോട്ടെ. എന്തൊക്കെ കോട്ടൺ വരുന്നുണ്ട്? കോട്ടൺ ഹാൻഡ്ലൂം കോട്ടൺ വരുന്നുണ്ട്, കല്യാണി കോട്ടൺ, പിന്നെ ബാട്ടിക് പ്രിന്റിൽ വരുന്നുണ്ട്, കലംകാരിയിലുണ്ട്, വാർലി പ്രിന്റ്. ഇത് വാർലി പ്രിന്റ്, വാർലി പ്രിന്റിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കോട്ടന്റെ സെക്ഷൻ. അതുപോലെ ഓയിൽ സാരി ഇതൊക്കെ കോട്ടന്റെ റാക്ക്, കോട്ടന്റെ സെക്ഷൻ ആണ് ഇത് വരുന്നത്. ഇതൊക്കെ ഡിസ്പ്ലേയിൽ അവിടെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഓയിൽ സാരിയാണ്. അതവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. വീട്ടിൽ കൊടുക്കണത് ഓയിൽ സാരി. ഇതാ പേസ്റ്റൽ ഷെയ്ഡ് ഉണ്ട്, ഡാർക്ക് വരുന്നുണ്ട്. ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ. ഇവിടെ കോട്ടൺ ഉണ്ട്. ഇത് പറയൂ. ഇത് ബംഗാൾ കോട്ടൺ. ഇത് ബംഗാൾ കോട്ടൺ. ഇനി ഇപ്പുറത്തേക്ക് വരാണെങ്കിലോ അതെ കോട്ടൺ കഴിഞ്ഞിട്ടില്ല. ഇത് പറയൂ. ഇത് കാഞ്ചി കോട്ടൺ, കാഞ്ചി കോട്ടൺ, ബംഗാൾ കോട്ടൺ, ഹാൻഡ്ലൂം കോട്ടൺ, ഇതൊക്കെ വീവിങ്ങിലാട്ടോ ഇപ്പൊ ഉള്ളത്. ഫുൾ എത്ര? 1000 മുതൽ നമുക്ക് 3000 വരെ റേറ്റ് വരുന്നത് കോട്ടണില്. കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ് ഫുൾ വീവിങ്ങിൽ വരുന്നത്. പിന്നെ കോട്ടണില് തന്നെ ഇതൊക്കെ ഓൺലൈനിൽ ഒരു പീസ് ആയിട്ട് അതിലും കൊടുക്കൂലേ? ആർട്ട് സിൽക്കിന്റെ ഏരിയ. ഇതാണ് ആർട്ട് സിൽക്ക്. ഇത് ബനാറസി, ആർട്ട് സിൽക്ക്. അങ്ങനെ തന്നെ കളക്ഷൻസ്. സാരിയുടെ ഒരു സെക്ഷൻ. ബനാറസിയാണ്. ഇത് സിൽക്ക്, ആർട്ട് സിൽക്ക്.
ഇതൊക്കെ എനിക്ക് തോന്നുന്നു അധികം റേഞ്ച് ഒന്നും ഇല്ലല്ലോ നിസ്സാര റേഞ്ച്. 1000 മുതൽ സ്റ്റാർട്ടിങ് റേഞ്ച് 2000 വരെ. സാരീസ് ഇതാ ഇതാ അത് ആളവിടെ ഒരെണ്ണെടുത്തോണ്ട് ഓടി. ഇതാ സാരീസിന്റെ സെക്ഷനാണ്. അപ്പൊ ഈ ഒരു സെക്ഷൻ വരുന്നത് ഇതിലിപ്പോ ജോർജറ്റ് ബനാറസി ഉണ്ട്, സിൽക്ക് ഉണ്ട്, സിൽക്ക് ഷിഫോൺ ഉണ്ട്, പ്ലെയിനില് വിത്ത് ബോർഡർ അടക്കം വരുന്നത്. ഇതൊക്കെ ഫുൾ സാരീസിന്റെ ആ ചെവരെ കാണുന്നത് മൊത്തം അത് തന്നെ വരുന്നതല്ലേ. ഓ നല്ല ഓഫ് വൈറ്റില് ജോർജറ്റ് മെറ്റീരിയൽ കേട്ടോ. ഓഫ് വൈറ്റില് ഇതൊക്കെ കാണിക്കുന്നതിൽ വിത്ത് ബ്ലൗസോട് കൂടി വരുന്നത്. ഇതൊക്കെ നല്ല ഒരു ബ്ലാക്ക് സെറിയിൽ വരുന്ന ഒരു കളക്ഷനാണ്. ചാർക്കോൾ സെറിയിലാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ അതെ സാരിയുടെ സെക്ഷൻ ഇങ്ങനെ നേരിട്ട് കഴിഞ്ഞാൽ പ്ലെയിൻ വിത്ത് ബോർഡർ. പിന്നെ ഇത് ഫുൾ സാരീസിന്റെ ആണല്ലേ. ഒക്കെ പല 300 മുതൽ സ്റ്റാർട്ടിങ്. 300 രൂപ തൊട്ട് സാരീസ്. അതാണ് 300 രൂപ തൊട്ട് പറഞ്ഞത് അല്ലേ. 300 300 തൊട്ട് 1000 വരെയുള്ള സാരീസ് ആണ് ഈ ഒരു സെക്ഷൻ. അതെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിട്ട് അങ്ങനെ കേട്ടോ. ഈ കളർ ഒരു പ്രത്യേക കളർ തന്നെയാണ്, നല്ല കളർ. അതാണ് നിങ്ങൾ യൂണിഫോം ആക്കിയത്. ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ്. ഓക്കെ ഇതെന്ന് പറയുമ്പോൾ 300 റേഞ്ചിലുള്ള സാരീസ് ആണ്. 1000 വരെ 300 രൂപ തൊട്ട് നമുക്ക് സാരീസിന്റെ ഒരു സെക്ഷൻ ആണ് കേട്ടോ വരുന്നത്. അപ്പൊ 300 രൂപയ്ക്ക് സാരി അടിപൊളി. അവിടെയും ഇതൊക്കെ തന്നെ സാരീസ്. ഇവിടെ ഈ സൈഡൊക്കെ എന്താ 5000 വരെ. ആ ഒരു ഏരിയ നിങ്ങൾ റേറ്റ് വൈസ് അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കണത്. ഇത് നോക്കിയാൽ ഇതൊക്കെ സാരീസിന്റെ വെറൈറ്റീസ്. സാരീസിന്റെ വെറൈറ്റി നെറ്റ് കോട്ടോ. ഓഹോ നിവർത്തിയാലേ ശരിക്കും അറിയുള്ളൂ. പക്ഷെ അല്ലാന്ന് പറഞ്ഞാൽ നേരമില്ലല്ലോ, അതാണ് പ്രശ്നം. ഇത് ഫുൾ ഒരു വർക്കോട് കൂടിയിട്ട് വരുന്നത്. ഫുൾ ത്രെഡ് വർക്കിൽ വരുന്നത്. അടിപൊളി. പിന്നെ ഇത് ഫുൾ ഒരു ജറീര വർക്കോട് കൂടിയിട്ട് എംബ്രോയിഡറി വർക്ക് വേണമെങ്കിൽ അതുണ്ട്. നമുക്ക് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് അല്ലേ. അത്രയും കളക്ഷൻസ് ഉണ്ട്. അമ്മയ്ക്കൊന്നും തന്നെ ഞാൻ അടുത്ത ആള് പറയാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഓടിയില്ല. ഇത് എന്താ പേര്? പ്രീത. പിന്നെ പേരറിയാൻ ബുദ്ധിമുട്ടില്ല. പ്രീത, നിഷ, രേഷ്മ, ലൂസി. അടിപൊളി. ഇന്ദു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ടിഷ്യൂ ചേച്ചി പറഞ്ഞേ. ഇത് ടിഷ്യൂല് വരുന്നതാണ്. പോരട്ടെ. ഇനി ചേച്ചിയുടെ സെക്ഷൻ ഏതാ? അങ്ങനെ എല്ലായിടത്തും ഞാനുണ്ട്. എല്ലാതും നമ്മുടെ കൽപ്പകയാണല്ലോ. കൽപ്പകയില് നമ്മളെല്ലാരും സെറ്റാണ്. പിന്നെ ചേച്ചി ഈ ഒരു ഫാൻസി സാരീനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഫാൻസി അടിപൊളിയാണ്. 300 തൊട്ട് സ്റ്റാർട്ടിങ്ങിലുണ്ട് ഇവിടെ. 300. ഇതിരിക്കണതൊക്കെ പല മെറ്റീരിയൽ ആണോ? ഇതിലിപ്പോ ജിമിച്ചു ഫാബ്രിക് ഉണ്ട്, ജോർജറ്റിലുണ്ട്, സാറ്റനിൽ വരുന്നുണ്ട്, നെറ്റിൽ വരുന്നുണ്ട്, അങ്ങനെ പല. അത് സെറോസ്കി ഡയമണ്ട്സ്. എല്ലാത്തരം മെറ്റീരിയൽസ് അതും സെറോസ്കി ഡയമണ്ടിലാണ് ഇത് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ക്വാളിറ്റി സൂപ്പർ, ഒരു രക്ഷയില്ലത്. ഏത്? ഇതെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാ പറയോ ഈ സാരിയാണോ അവിടെ കിടക്കണ സാരി? ആ ഡമ്മിയിൽ നോക്കി എന്ത് രസമായിട്ട് കിടക്കണത്. പക്ഷെ കണ്ടതിനൊരു 10,000-20,000 മതിപ്പുണ്ട് ആ സാരിക്ക്. പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ റേറ്റ് ഇത്രയ്ക്കും കുറവാന്നുള്ളത്. സെറ്റല്ലേ? കോട്ടുള്ള മോഡലാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോ ഞാൻ അവിടെ വരാം. എനിക്കൊന്ന് സെറ്റാക്കി ബ്ലൗസിൽ കാര്യം നടക്കും. ഉള്ളിൽ ഇട്ടിട്ട് വന്നോളട്ടെ വരുമ്പോ അല്ലേ. കൊഴപ്പില്ല, മോശമില്ല. അതും ഇവിടെ നിന്ന് എടുക്കാലോന്ന്. ഇതും വർക്കുള്ളത് ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട് സ്കാലപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബോർഡറിൽ കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോഴാണല്ലോ ഭംഗി കണ്ട. അപ്പൊ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ്, ഒരുപാട് മോഡൽസ് ഉണ്ട് സാരിയുടെ സെക്ഷനിൽ. സാരീസ് മാത്രമല്ല, നമുക്ക് അതൊരു അടിപൊളി സാധനം അല്ലേ. കണ്ടുപിടിച്ചെടുത്തു. ക്രഷില് ഫുൾ വർക്ക്. ഇതിന്റെ വർക്കൊന്നും സൂം ചെയ്തല്ല അറിയുള്ളൂ കേട്ടോ. നല്ല രസമായിട്ടുള്ള ഒരു ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്നതാ. ഇത് ആപ്ലിക്കില് ഹാൻഡ് വർക്ക് വേണോ, ആപ്ലിക് വർക്ക് വേണോ, സീക്വൻസ് വർക്ക് വേണോ, ത്രെഡ് വർക്ക് വേണോ, ഏത് മോഡൽ ഏത് രീതിയിലുള്ള സാരീസ് അവൈലബിൾ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി, എഫോർഡ് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ കൽപ്പക അല്ലേ. എവിടെ നമ്മുടെ പ്രീതക്കുട്ടി, നമ്മുടെ ബിന്ദു മാഡം. അതെ, ഞാൻ വെച്ചത് വേറെ ഒന്നിനല്ല. എനിക്ക് ഇവിടെ ഈ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് കാണുന്നുണ്ട്. ഇതിന്റെ ഒക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര അറിയാൻ പറ്റും? ഏകദേശം ഒക്കെ എത്ര വരും നമുക്ക്? ഈ ഒരു 68 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക്. 68, അതായത് ഈ മെറ്റീരിയൽ വരും.
ഇങ്ങനത്തെ മെറ്റീരിയൽ തൊട്ട് ഒരു 1500 വരെ ബ്ലൗസുകൾ, റെഡിമെയ്ഡ് ബ്ലൗസുകൾ കേട്ടോ. 68 രൂപയുള്ള ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസിന്. അപ്പോൾ ഇത് ലൈക്ര മെറ്റീരിയൽ ആണ്, ബെനി സ്റ്റഫാണ്. അത് കൂടാണ്ട് നമുക്ക് റെഡിമെയ്ഡ് സ്റ്റൈലിലുള്ള പല രീതിയിലുള്ള വിത്ത് പാഡോട് കൂടിയിട്ട് വിത്ത് പാഡോട് കൂടിയിട്ട് ഇഷ്ടമുള്ള ഏത് സൈസ് വേണമെങ്കിൽ പിക്ക്. ഇപ്പൊ സൈസസ് അടക്കം ഫ്രീ സൈസ് രണ്ടും ഉണ്ടാ? ഇല്ല, നമ്മുടെ ബ്രാഡ് സൈസാണ് നമ്മള് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതും വിത്ത് പാഡോഡ് ആണ് കേട്ടോ. എനിക്ക് ഈ ഫസ്റ്റ് പേഡ് വെച്ചോണ്ട് അത് കംഫർട്ട് ആതിരിക്കില്ല. ഏത് സൈസ് ആയിരിക്കും പേഡ് കംഫർട്ടാണ്. അത് ഉടുക്കണവർക്ക് അറിയുള്ളൂ അതിന്റെ ഒരു. ശരിക്കും ഇട്ട് നോക്കുമ്പോ ആദ്യം ചിലപ്പോ അവര് സമ്മതിക്കില്ല, പക്ഷെ പിന്നീട് ഇട്ട് അവര് പാഡ് ഇടുമ്പോ എല്ലാവരും എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അത് പണ്ടത്തെ തെറ്റിദ്ധാരണയാണ്. ഇന്ന് എല്ലാവർക്കും പാഡ് ഇട്ടുള്ള പാഡിന് തന്നെ പല തിക്നെസ് വരുന്നുണ്ട്. അപ്പൊ തിക്ക് കുറവുള്ളതും കൂടിയതുണ്ട്. അപ്പൊ വന്ന് നോക്കുക, എടുക്കുക. പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിനും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഇനി വിഷു ആകുമ്പോ നിങ്ങൾക്ക് സെറ്റ് സാരി സെറ്റ് മുണ്ടില് കൽപ്പയിൽ മാത്രമുള്ള റെഡിമെയ്ഡ് ബ്ലൗസുകൾ ഇങ്ങനെ അതും ഇത്രയും റേറ്റ് കുറവ്. അതും ഇത്രയും റേറ്റ് കുറഞ്ഞ റെഡിമെയ്ഡ് ബ്ലൗസ് വെറും 68 രൂപ പോരെ. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് 1500 വരെയുള്ള കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ സാരിയും റെഡിമെയ്ഡ് ബ്ലൗസും പാവാട പിന്നെ നമ്മുടെ പർദ്ദ ആ ഒരു സെക്ഷനാണിത്. ഇനി ആണുങ്ങൾക്ക് കാണിച്ചില്ല എന്ന് വേണ്ട, ഞങ്ങളൊന്നും പോട്ടെ. താങ്ക് യു. മുകളിലത്തെ ഫ്ലോറിലേക്ക് പോട്ടെ. ഇനി മുകളിലത്തെ ഫ്ലോർ എന്ന് പറയുമ്പോൾ ജെൻസിന്റെ ഫ്ലോർ. അപ്പൊ ലിഫ്റ്റ് ത്രൂ ആണെങ്കിൽ ലിഫ്റ്റ് ത്രൂ, അല്ലെങ്കിൽ നടക്കണമെങ്കിൽ നടക്കാം. നടക്കണതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് ആസ്വദിച്ച് എല്ലാം കണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഫർണിഷിംഗ് ഐറ്റംസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജെൻസിന്റെ എല്ലാ ഐറ്റംസ് ഈ ഒരു ഫ്ലോറിൽ കിട്ടും. ഒന്ന് കയറി വരികയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ ആണുങ്ങൾക്കുള്ള ഐറ്റംസ് നമുക്ക് കാണിക്കാൻ പറ്റും. വരൂ. അപ്പോൾ ഇവിടെയാണ് ഇന്നർ വെയറുടെ സെക്ഷൻ വരുന്നത്. ഇത് മെൻസിന്റെ കേട്ടോ. ഇതൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. നമുക്ക് അതിന് മുന്നായിട്ട് നമുക്ക് വെഡിങ് കുർത്താസ് ഒക്കെ കാണണമല്ലോ. മോഡൽ കുർത്താസ് ഒക്കെ ഉണ്ട്. വെഡിങ് കളക്ഷൻ ആണോ മെയിൻ ആയിട്ട്? എടുത്ത് കാണിക്കാം ഞങ്ങൾക്ക് ഓരോന്നോരോന്ന്. കുർത്തകളുടെ എങ്ങനെയാ സൈസ് വരുന്നത്? ലാസ്റ്റ് സൈസ് ഫുള്ള് നിവർത്തില്ല. ഇങ്ങനെ നോക്കിയാൽ മതി ഡിസൈൻസ്. പിന്നെ നമുക്ക് അറിയാലോ ഏകദേശം ഇങ്ങനെയാണ്. 36 അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ഇതിലത്തെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏതൊക്കെ മെറ്റീരിയലും ഏതൊക്കെ കളേഴ്സും അവൈലബിൾ ആണ് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഇത് കൂടാതെ നമുക്കൊരു ഹിന്ദു വെഡിങ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ്സും അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ തന്നെ പല വീവിങ്സ് ആണ് ഇരിക്കുന്നത്. മൊത്തം അതിന് പല വീവിങ്സ് അതുപോലെ തന്നെ കളേഴ്സിൽ വരുന്നുണ്ട്. ഈ ഓഫ് വൈറ്റിൽ തന്നെ എത്ര ഡിഫറെൻറ്റ് കളറല്ലേ ഇത്. ഇതൊക്കെ ഉണ്ടാ, ഇതൊക്കെ ഈ ഹിന്ദു വെഡിങ്ങിന് മെയിൻ ആയിട്ട് പോകുന്ന ഒരു കളറാണ്. പക്ഷെ റിസപ്ഷനും ഇത് പോകുന്നുണ്ട്. LMLബിൻ മെയിൻ ആയിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ ഇനി ഇത് കൂടാണ്ട് നമുക്ക് ആസ് യൂഷ്വൽ 365 ഡേയ്സ് നമുക്ക് ചിക്കൻ കാരി വിത്ത് സീക്വൻസ് വർക്കിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതിന്റെയും ചിക്കൻ കാരി അതെ. ചിക്കൻ കാരി എന്ന് പറയുമ്പോൾ എവർഗ്രീൻ ആയിട്ടാണ്. 365 ഡേയ്സ് എപ്പോഴും മൂവിങ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൽ ചിക്കൻ കാരിയിൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ഓഫ് വൈറ്റിൽ തന്നെ ഏത് മോഡൽ വേണം എന്ന് വെച്ചാൽ ഒക്കെ നമുക്ക് ഒരു ആണുങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെഡിങ് അല്ലേ. സോഫ്റ്റ് വരുന്നുണ്ട്. ഇത് വരുന്നുണ്ട്. ഇതൊക്കെ കുർത്തയുടെ ഒരു സെക്ഷനായി. ഇനി അപ്പുറത്തെ സെക്ഷൻ വരുമ്പോൾ എന്താ വരുന്നത്? വെഡിങ്ങിന്റെ ഷർട്ടുകളാണ്. അതുപോലെ തന്നെ വെഡിങ്ങിന്റെ കുർത്ത, ഷോർട്ട് കുർത്തയൊക്കെ വരുന്നുണ്ട് ഇതില്. നമുക്കിതിങ്ങനെ വരുന്ന ഷോർട്ട് കുർത്തയൊക്കെ വരുന്നത്. ഇത് പിന്നെ പറയാനുള്ള വെച്ചാല് നമുക്ക് ബ്രാൻഡഡും നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അതും അഫോർഡ് ചെയ്യാൻ പറ്റും. വെഡിങ്ങിന്റെ ഒക്കെ ഷോർട്ട് കുർത്ത, ഷർട്ട്, ക്രീം ഷെയ്ഡ് ഒക്കെ വരുന്നതാണ്. ഷർട്ട് നമ്മൾ എപ്പോഴും എല്ലാ ആവശ്യത്തിന് ഇടും. സാരി മാച്ചൊക്കെ വരും നമുക്ക് വരുമ്പോ പാറ്റേൺ ആണ്. സിൽക്കിന്റെ മെറ്റീരിയൽ വരുന്നതാണ്. സിൽക്ക് മെറ്റീരിയൽ. സിൽക്ക് അല്ലാത്ത നോർമൽ ആയിട്ടുള്ള നമുക്ക് ഇത് ആകുമ്പോ കാഷ്വൽ കുർത്തകൾ, ഷോർട്ട് കുർത്ത വരുന്നതാണ്. ഓക്കെ. നോർമൽ ആയിട്ടുള്ളത് ഒരു ഉള്ളിക്കൂടെ കളറ് പ്യുവർ ലിനനിൽ വരുന്നത്. ലിനൻ, ഖാദി കോട്ടൺ, അങ്ങനെ മെറ്റീരിയൽ ഒക്കെ ഡിഫറെന്റ് ആണ്. ഇതൊക്കെ ഡിഫറെന്റ് മെറ്റീരിയൽസ് വരുന്നത്. അതോടൊപ്പം നല്ല പാറ്റേൺ ഉണ്ട്, കളറുണ്ട്, പേസ്റ്റ് കളറുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇത്. അതെ. ഇതൊക്കെ ഷർട്ടിന് മാത്രല്ലേ? അതില് അത് കുർത്തയാണ്, കാഷ്വൽ കുർത്ത. ഇത് ഷോർട്ടാണ് വരുന്നത്. മുണ്ടിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയത്. അപ്പൊ ലോങ്ങും ഷോർട്ട് ആയിട്ടുള്ള പല മോഡൽസ് വരുന്നത്. ഇതും ഷോർട്ട് ആയിട്ട് വരുന്നത് കേട്ടോ. അതില് പ്രിന്റഡ് വരുന്നുണ്ട്. അങ്ങനെ. പിന്നെ ഇത് ബ്രാൻഡഡ് ആയിട്ടാണ്. നമ്മള് കാഷ്വൽസ് വരുന്നത്, കാഷ്വൽ ഷർട്ടുകളാണ് ഈ ഒരു സെക്ഷൻ. അതും തന്നെ വെഡിങ്ങിനൊക്കെ നമുക്ക് മാച്ചിനൊക്കെ വരുന്ന കളർ ഷെയ്ഡ് വരുന്നതാണ്. ഓ,
സാരി താഴത്തു നിന്ന് എടുക്കാം, മുകളിൽ നിന്ന് ഷർട്ട് എടുക്കാം, അല്ലെങ്കിൽ ഷർട്ട് എടുത്താലും സാരി മാച്ചിങ് കിട്ടും. അതാണ് ഇവിടെ കളക്ഷൻ പാസ്റ്റൽ കളറിലൊക്കെ കൂടുതൽ വരുന്നത് നമുക്ക് വെഡിങ്ങിന്. സൈസ് എങ്ങനെയാ? 36 സൈസ് തൊട്ട് 44 സൈസ് വരെ, 44 അവൈലബിൾ ആണ്. ഓക്കെ, ആ സൈസ് പ്രകാരം നമ്മൾ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി. ഇതിപ്പോ പ്ലെയിനിലായി, അതുപോലെ ഇത് ചെക്ക് വരുന്നുണ്ട്, സ്ട്രൈപ്പ് വരുന്നുണ്ട്, പിന്നെ പ്രിന്റഡ് അങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്, സൈസ് പ്രകാരം തിരിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇത് കാണുന്നത് ഫുൾ ആ ഒരു ഷർട്ടിന്റെ കളക്ഷൻ. വന്ന് നോക്കാം, ഇഷ്ടപ്പെട്ട പ്രിന്റ് പറയാ, ഇങ്ങനെ കൈ ചൂണ്ടാ അത് എടുക്കുന്ന പറയാ. ഇത് ഈ ഒരു സംഭവം കണ്ടോ, മഞ്ഞ അതിന്റെ അടിയിലത്തെയും അത് ഒരു ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ. അന്ന് വൃത്തിയായി മടക്കണ്ടേ? ഇതും ഒന്ന് കാണിക്കണം, നല്ല ഭംഗിയായിട്ടുണ്ട്. നിന്ന് വെച്ച് കാണിക്കുകയാണെങ്കിൽ അടിപൊളി കണ്ട, നല്ല അടിപൊളി പൂക്കളായിട്ടുള്ളത്. അപ്പൊ എല്ലാവരിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ ഐറ്റംസും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഇപ്പൊ ഈ ഒരു സെക്ഷൻ കൂടാണ്ട് നമുക്ക് ഹാഫ് സ്ലീവ് കോഡ്രോയ് മെറ്റീരിയൽ ഉണ്ട്, നമുക്കുണ്ട് പ്രിന്റുകൾ. നമുക്ക് പിന്നെ നമുക്ക് ഹാങ് ചെയ്തിട്ടുണ്ട് കുറച്ച് പ്രിന്റുകളൊക്കെ കേട്ടോ. ഓ, ഇതില് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഓ, സെറ്റ് ഇത് ഇഷ്ടപ്പെട്ടു, അടിപൊളി കണ്ട. മെറ്റീരിയലും സൂപ്പറാണ്, ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വരുന്നത്. നല്ല ചെത്താൻ പറ്റിയ പിള്ളേർക്കുള്ള കളക്ഷൻസ് കേട്ടോ. ഇത് എല്ലാവരും കുറച്ച് ഡിഫറെന്റ് ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതെന്നൊക്കെ പറയുന്നത് നമുക്ക് പോച്ചമ്പള്ളി ഇക്കത്തിന്റെ പ്രിന്റ് ആയിട്ടുള്ള ഷർട്ടുകളും, സാധാരണ നമുക്ക് പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ഇക്കത്ത് തന്നെ, പക്ഷെ ഇവിടെ ആണുങ്ങളുടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഈ ഒരു റാക്ക് ഫുൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അതൊക്കെ പ്രിന്റഡ് കോട്ടണില്, ഹാഫ് സ്ലീവില് ഫുൾ പലതരം പ്രിന്റഡ്. നമ്മുടെ ചുടിദാറിന്റെ ആ ഒരു നമ്മുടെ ആ ഒരു സെക്ഷൻ പോലെയാണ് ചെയ്തിരിക്കുന്നത്. അത് പിടിച്ചേ. ഇനി പിന്നെ നമുക്കിത് ഹാഫ് സ്ലീവ് മൊത്തം ഫോർമലിന്റെ ഇതിൽ വെച്ചിരുന്നത്. അത് ഇതുപോലെ സൈസ് പ്രകാരം വെച്ചിരിക്കണേ. 38, 40, 42, 44 പ്രിന്റ് പ്ലെയിൻ ഒക്കെ അങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട് സൗകര്യത്തിന്. കുറഞ്ഞ റേറ്റിന്റെ ഉണ്ട്, 400, 450 അങ്ങനെ റേഞ്ച് തൊട്ട്. മൊത്തത്തിൽ നമുക്ക് ഷർട്ടിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് 200 തൊട്ട് വരുന്നുണ്ട്, 145 തൊട്ട് വരുന്നുണ്ട്. നമുക്ക് 148, 45, 49 രൂപയുടെ റേഞ്ചിൽ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഷർട്ടിന് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഫോർമലിൽ തന്നെ 38 സൈസ്, 38 സ്റ്റാർട്ടിംഗ് സൈസ് വരുന്നത്. 38. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഈ ഒരു സംഭവം എടുത്തോട്ടെ, ഞാനൊരു വീഡിയോ എടുക്കണ്ട, ഒരു റിവ്യൂ വേണം. ഒന്നുമില്ല, നിങ്ങളിപ്പോ ഈ വൈറ്റ് ഷർട്ട് നോക്കുകയാണ്, ഒന്നില്ലെങ്കിൽ കല്യാണം ആയിരിക്കും, എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ? നമ്മൾ പെരുന്നാളല്ലേ വരുന്നത്, അപ്പൊ അതിനനുസരിച്ച് എടുക്കുന്നതാണ് വൈറ്റ് ഷർട്ട്. പെരുന്നാൾക്ക് അങ്ങനെ വൈറ്റ് ഇടുന്നുണ്ട്, എനിക്കറിയില്ല, അതിനോട് ചോദിച്ചതാണ്. ഇടാറുണ്ട്, മിക്കരും വൈറ്റ് ഉപയോഗിക്കും. അങ്ങനെ. ഓക്കെ, നിങ്ങളിവിടെ അടുത്തുള്ളവരാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കുന്നംകുളത്തുള്ള കൽപ്പകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 വാക്കിൽ പറയാൻ പറ്റുമോ? 2 വാക്കിൽ ഒതുങ്ങാൻ പറ്റൂല, എന്നാലും ചോദിക്കാണ്. അത് സെലക്ഷൻ ഉണ്ട്, നമ്മളധികം ഇവിടെയാണ് വരല്. റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നമുക്ക് നമ്മുടെ ഒരു നോർമൽ റേറ്റ് ആണ്, റേറ്റ് എന്ന് പറയാനൊന്നുമില്ല. ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് എല്ലായിടത്തും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് കയ്യിലൊതുങ്ങാവുന്ന ഒരു കളക്ഷൻ അല്ല, സോറി, കയ്യിലൊതുങ്ങാവുന്ന ഒരു റേഞ്ച് ഒക്കെ തന്നെ. എന്താ പേര്? നൗഫൽ. ഓക്കെ, താങ്ക് യു. വർക്ക് ചെയ്യാണോ? ഞാൻ ഗൾഫിലാണ്. അതെ, ഗൾഫിൽ നിന്ന് ഇവിടെ വന്നിട്ട്. ബ്രാൻഡാണ്, ഈ ബ്രാൻഡ് പ്രൊമോട്ടറാണ് ഞാൻ. സ്റ്റാഫ് അല്ല, അതുകൊണ്ട് ഞാൻ നിൽക്കഞ്ഞ്. ഓ, അതാണ്. ഓക്കെ, ഇതാണെങ്കിൽ ഞാൻ അതാണ് വെറുതെ വേഗം ബൈക്ക് വയ്ക്കാൻ പറഞ്ഞിട്ട് കുത്തിയത്. ശരി, പറഞ്ഞോ. അപ്പൊ ഇതിൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 900 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. അതില് ഫുള്ളും വരുന്നുണ്ട്, ഹാഫ് സ്ലീവും വരുന്നുണ്ട്. കൂടുതൽ പ്ലെയിൻ കളേഴ്സ് ആണ് വരുന്നത്. പിന്നെ 1300 സ്റ്റാർട്ടിങ് ഫുൾ സ്ലീവ് പ്ലെയിൻ. അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നത്. ഇത് ക്വാളിറ്റി ഇപ്പൊ നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, നീ നല്ല തന്നെ പറയുള്ളൂ. ഈ ഒരു ബ്രാൻഡിന്റെ പ്രൊമോട്ടർ ആയതുകൊണ്ട് നല്ല പക്ക ക്വാളിറ്റി കണ്ട, തൊട്ട് ഫീലിംഗ് അടിപൊളിയാണല്ലോടാ. സാറ്റിനും കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ്. മിക്സ്, പക്ഷെ തേക്കണം, അയ്യണം, എന്തായാലും ചെയ്യണം. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. റേറ്റ് അപ്പൊ അവിടെ ഒരു വിഷയമല്ല, കാരണം ക്വാളിറ്റി അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ ഫുള്ള് ഹാഫ് ആയിട്ടുള്ള പല ഇതിൽ വരുന്നുണ്ട്, മിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതൊരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് ഉണ്ട്, പക്ഷെ എന്നാലും എല്ലാതും സ്റ്റാൻഡേർഡ് ആണ്. പ്രത്യേകിച്ച് പറയണം, ഞാനിതിപ്പോ കയ്യിൽ പിടിച്ചത് കൊണ്ടിട്ടാ, മറ്റൊന്നും അങ്ങനെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടില്ലല്ലോ. കുറച്ച് ഏജിലെ ആൾക്കാർ വരുമ്പോ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടി മാത്രം ഇറക്കിയിരിക്കുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ. ഇത് കോട്ടൺ മിക്സ് ആണ്, മിക്സ് ആയിട്ട് വരുന്നത്. പ്യുവർ ലിനനിൽ വരുന്നുണ്ട് ഈ ഒരു ബ്രാൻഡില്? ഇല്ല, കോട്ടൺ മിക്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ലിനൻ ആവുമ്പോ കുറച്ച് കട്ടി കുറയും അല്ലേ? കട്ടി കുറയും, പക്ഷെ പ്യുവർ ലിനൻ ആയിരിക്കും, കോട്ടൺ മിക്സ് ഉണ്ടാവില്ല. ഓക്കെ. ഇനി ഇപ്പുറത്തേക്ക്
പുറത്തേക്ക് വരികയാണെങ്കിലോ? ബ്രാൻഡഡ് ആയിരിക്കും, ബ്രാൻഡഡ് അലൻസോളി, LP, ഫാൻസി, പീറ്റർമെന്റ് അങ്ങനെ. അങ്ങനെ അപ്പൊ നോൺ ബ്രാൻഡഡും നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഷർട്ടിന്റെ ഒരു സെക്ഷൻ ഐറ്റം വരെ ഫുൾ ഷർട്ട് തന്നെയാണ്. ഇവിടെ ബ്രാൻഡ് പിന്നെ അത് സെമി ബ്രാൻഡ് വരുന്നത്, ടൈപ്പ് തന്നെ. ഓക്കെ, നോർമൽ ആയിട്ടുള്ളത്. ഫുൾ സ്ലീവ് തന്നെ, ഫുൾ സ്ലീവ് തന്നെ. ഇതിപ്പോ നമ്മള് റാക്കിലത്തെ മാത്രം എടുത്ത് കാണിക്കുന്നത്. ഇത് കൂടാണ്ട് ഇതിന്റെ ഈ ഗ്ലാസിന്റെ അടിയിലൊക്കെ ഈ പല സൈസ് തന്നെ വെച്ചേക്കണത്. അതാ ഞാൻ പറഞ്ഞത്. വെച്ചാൽ ഇതിന്റെ അടിയിലും ഫുള്ള് സ്റ്റോക്ക് ഇരിക്കണം. ഇത് കൂടാണ്ട് കൂടാൻ വേറെയും ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് പാന്റിന്റെ സെക്ഷൻ വരുമ്പോ ആരാ വേറെ ഉണ്ട് കേട്ടോ. 215 സ്റ്റാർട്ടിംഗ്. ഒന്ന് ഇറങ്ങിയേ, അതൊക്കെ ആര് കാണിക്കും അല്ലേ? ഇതൊക്കെ ഷർട്ട് എത്രയാന്ന് പറഞ്ഞ? 149 സ്റ്റാർട്ടിംഗ് ഷർട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സ്റ്റാർട്ടിംഗ് വരുന്നത് 149 ഉണ്ട്, 215 ഉണ്ട്, 340 ഉണ്ട്. 149 ഷർട്ടാ സ്റ്റാർട്ടിംഗ്. ഇതൊക്കെ വരുമ്പോ 149 സ്റ്റാർട്ടിംഗ് തന്നെ ഷർട്ട് കേട്ടോ. 149 ഷർട്ടാണ് ശരിക്കും. ഇത് ശരിക്കും 149 അല്ലേ? 149 ഷർട്ട് കേട്ടോ. അപ്പൊ 149 തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കയറി. ഇതിപ്പോ എന്താ പറയാ, പെരുന്നാളായിട്ട് അതാ ഞാൻ എടുത്ത് പറയുന്നത്. പെരുന്നാളായിട്ടുള്ള റേറ്റ് കുറവല്ല, ഇത് നോർമലി എപ്പോഴും കിട്ടുന്ന ഒരു റേറ്റിനാണ് ഈ പറയുന്നത്. പിന്നെ ഈ ഷർട്ടുകളൊക്കെ എന്ന് പറയുമ്പോ 215 ഷർട്ടുകൾ. ഓക്കെ, 320. ഓക്കെ, അങ്ങനെ സെക്ഷൻ തിരിച്ചുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് എടുക്കാനും. അപ്പോൾ 320, അതുപോലെ തന്നെ 220, 120 അങ്ങനെ ഷർട്ടുകളും അതുപോലെ ടീഷർട്ട്, പിന്നെ മുണ്ടുകൾ തന്നെ നമുക്ക് വൈറ്റ് മാത്രമല്ല. പിന്നെ ഏതൊക്കെ മുണ്ടുകൾ വരുന്നത്? ഇങ്ങോട്ട് വാ, ആ വഴിക്ക് പോവല്ലേ? ഞാനാണോ? ആ, മൈക്ക് നിന്റെ കയ്യിലല്ലേ? നീ ആ വഴിക്ക് പോയി എങ്ങനെ ശരിയാവണേ? പാൻസ് നോക്കണം. ഈ ടീഷർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും കൂടി കഴിഞ്ഞിട്ട് പോവാം. ഇത് ബ്രാൻഡഡ് ടീഷർട്ട് വരുന്നത്, LP വരുന്നുണ്ട്, വാൻസിന്റെ ഉണ്ട്. പറഞ്ഞോ. ബ്രാൻഡഡ് ടീഷർട്ട് വരുന്നത് പീറ്റർമെന്റ്, LP ഉണ്ട്, വാൻസിന്റെ ഉണ്ട്, ജോൺ പ്ലേസ് ഉണ്ട്. ഇതൊക്കെ ബ്രാൻഡഡിൽ വരുന്നത് അല്ലേ ടീഷർട്ടുകള്? ഓക്കെ. പിന്നെ എസ്റ്റ് ലോക്കേസിന്റെ വരുന്നുണ്ട് ടീഷർട്ട്, ഈ ബ്രാൻഡിൽ തന്നെ വരുന്നുണ്ട് ടീഷർട്ട്സ്. ഓക്കെ, അത് പ്ലെയിനിലല്ലേ? പ്ലെയിൻ കോളർ ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കോളറിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് സാധാരണ റൗണ്ടിനേക്കാളും കൂടുതൽ എല്ലാവർക്കും കോളർ വരുന്നുണ്ട്. പിന്നെ റൗണ്ട് നെക്ക് ഉണ്ട്, പക്ഷെ കൂടുതൽ കോളറാണ് എല്ലാവർക്കും ഇഷ്ടം. ഓക്കെ, പോളിസ്റ്റർ മിക്സ് ആയിരിക്കും പല ടൈപ്പ്. ബ്രാൻഡഡ് ആണല്ലോ, പിന്നെ നമുക്ക് മെറ്റീരിയലിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ പക്കയായിരിക്കും, ആ കാര്യത്തിൽ ഒരു നോ ഡൗട്ട്. മറ്റേത് ബ്രാൻഡഡ് ആയിരുന്നു. ഇതൊക്കെ ആകുമ്പോൾ കുറഞ്ഞൊരു നമുക്കൊരു 300 തുടങ്ങി ഒരു 400, 500 റേഞ്ച് വരുന്നത്. റേഞ്ച് വരുന്ന ഇപ്പൊ ടീഷർട്ടും ഷർട്ട്സും അങ്ങനെ എല്ലാം തരം റൗണ്ട് നെക്ക് വരുന്നുണ്ട്, പൈ സ്ലീവും വരുന്നുണ്ട്, ഫുൾ സ്ലീവും വരുന്നുണ്ട്. ഓ ഗ്രേറ്റ്. ടീഷർട്ടിന്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്ന ഏരിയ മൊത്തം. ഈ ഒരു ടീഷർട്ടിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇനി ഇതിന്റെ പകുതി ഷർട്ട് അതുപോലെ തന്നെ പകുതി പാൻസിന് വേണ്ടിയിട്ടാണ്. ഇനി പാൻസിന്റെ സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാ, നമുക്ക് അങ്ങോട്ട് പോയല്ല. പിന്നെ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ടും ഉണ്ട്, അത് പറയാൻ മറക്കണ്ട. ഹുഡീസ് ഉണ്ട്. ഇത് ടീഷർട്ട് ഫുൾ സ്ലീവില് ഹുഡീസും ഉണ്ട് കേട്ടോ. ഇത് കാണിച്ച നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. ഇത് ജാക്കറ്റ്. പിന്നെ വിന്റർ ജാക്കറ്റും വരുന്നുണ്ട് നമുക്ക്. ജാക്കറ്റ്സും അവൈലബിൾ. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. അത് നോക്കി, അത് നന്നായിട്ടുണ്ട്. ഈ ഒരു ഹുഡീസ് ഇത് നോർമൽ നടുക്കിൽ സിബ് ഇല്ലാത്തതും സിബ് ഉള്ളതും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് പാൻസിന്റെ ഒരു സെക്ഷനിൽ പോയാൽ ട്രാക്ക് പാന്റ്. ട്രാക്ക് പാന്റിനൊക്കെ എത്ര വരും ഏകദേശം? 100-200 ഷോർട്സും വരുന്നുണ്ട്, ബോക്സ് സൈസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന് 100 ഉള്ളോ? കണ്ട 100 ഉള്ളോ? പിന്നെ ബ്ലാങ്കറ്റ് വരുന്നുണ്ട് നമുക്ക് 285 റേഞ്ച് ഒക്കെ വരും. അത്രേ വരുന്നുള്ളൂ. പിന്നെ ഡെയിലി യൂസിന് പറ്റിയ ടീഷർട്ട്, ഡെയിലി യൂസിന് പറ്റിയ ടീഷർട്ട്, പിന്നെ ക്യാപ്പുകളും ഉണ്ട് അല്ലേ? അത് പറയാൻ മറക്കണ്ട. ഇനി നമുക്ക് പാന്റിന്റെ ഒരു സെക്ഷനിൽ പോവാം. കോട്ട് സെറ്റ്. ഓക്കെ, കോട്ട് സെറ്റ് ഇപ്പൊ ട്രെൻഡ് കൂടുതലാണ്. അത് പാക്കിംഗ് ആയതുകൊണ്ട് തുറന്ന് കാണിക്കില്ല. പാൻസിന്റെ ഒരു സെക്ഷനിൽ പോയിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് വരും. അപ്പൊ പാൻസിന്റെ ഒരു സെക്ഷനിൽ പറയുമ്പോൾ നമുക്ക് ഫോർമൽ തൊട്ട് ജീൻസ് അങ്ങനെ അല്ലാതെ ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട് ഇവിടെ. കോട്ടൺ പാന്റ്, ഫോർമൽസ്, ജീൻസ്, ബാഗി. ഓക്കെ. പിന്നെ ഇപ്പൊ സൈസസ് എങ്ങനെ വരുന്നത് ഇവിടെ? സൈസ് എന്ന് പറയുമ്പോൾ 30, 32, 34, 38, 36 അങ്ങനെ. ഇതൊക്കെ ഈ പല ബ്രാൻഡിലാണെങ്കിൽ നോൺ ബ്രാൻഡ് അവിടെ എങ്ങനെയായിരിക്കുന്നത്? ബ്രാൻഡും ഉണ്ട്, സാധാ ടൈപ്പ് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ടാണ്. അപ്പൊ ഒരു സാധാരണക്കാർക്ക് വരാണെങ്കിലും ഉണ്ട്, VIP കസ്റ്റമേഴ്സ് വരാണെങ്കിൽ അവർക്കും ഉണ്ട്. പക്ഷെ എന്തായാലും കൽപ്പകയില് ഇപ്പൊ ഇത്രയും റേറ്റ് ഉള്ളോ, അതും കുന്നുകുളത്തുള്ള കൽപ്പക. ഈ ബാഗില് ഒരെണ്ണം ബാഗ് ആണല്ലോ ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് അല്ലേ? കുറച്ച് എല്ലാരും കൂടുതൽ ചോദിച്ചു വരുന്നത് അല്ലേ?
545 സ്റ്റാർട്ടിങ് ബാഗുണ്ട്. ബാഗ് വരുന്നുണ്ട്. ആ റേറ്റ് നല്ല കുറവുണ്ടല്ലോ 500 പറയുമ്പോ. കസ്റ്റമേഴ്സ് പല റേറ്റ് ചോദിച്ചു, കൂടുതൽ കുറഞ്ഞ റേറ്റ് ചോദിച്ചു വരണേ, ഹൈ റേഞ്ചിക്ക് പോവില്ല. കളർ പോവില്ല തന്നെയല്ല, ബ്രാൻഡാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി എന്ത് പറയാല്ലേ. അല്ല കുഴപ്പമില്ല, പെട്ടെന്ന് നാശമായി അങ്ങനെ പോകുന്നില്ല. ഓ ഗ്രേറ്റ്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് ഇത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നതാണ്. ക്ലാസിക് പോളോ എന്നൊരു ബ്രാൻഡാ വരുന്നത്. എന്തിനാ സാറേ ഷർട്ട് വെച്ചൊരു ടീഷർട്ടാണ് ഇതിലെ ഷർട്ടല്ല. ഓ മുകളിലത്തെ ഷർട്ട് അടിയിലത്തെ ടീഷർട്ട് അല്ലേ. പ്രിന്റ് കാണാനും അതിന്റെ ഒരു വർക്ക് കാണാനും എളുപ്പമുണ്ട്. സെറ്റ് നമ്മുടെ വോൾഡ്രോപ്പൊക്കെ ഇതുപോലെ ഭംഗിയിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് രസമായിരുന്നു. പക്ഷെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഓർഗനൈസ് ചെയ്ത കാര്യം അടിപൊളിയാണ്. പിന്നെ ഇത് ക്ലാസിക് പോളോ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട്, എല്ലാത്തിൻ്റെയും ഉണ്ടെന്ന്. അത് വിട്. ഇനിയിപ്പോൾ ഇപ്പുറത്തേക്ക് വരാണെങ്കിൽ നമുക്ക് മുണ്ടുകൾ, ഡബിൾ മുണ്ട്, സിംഗിൾ മുണ്ട് ആയിട്ടുള്ളത് വൈറ്റും ക്രീമും രണ്ടും കൂടി വരുന്നുണ്ട്. ഇപ്പൊ ഇപ്പുറത്താണെങ്കിൽ വൈറ്റ്, അപ്പുറത്താണെങ്കിൽ ക്രീം. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഷർട്ടിങ്, സൂട്ടിങ് ആ ഒരു ഏരിയ ആണ് വരുന്നത്. ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മുറിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇത് വരുന്നത്. അത് കൂടാണ്ട് നമുക്ക് ഇന്നർ വെയറിന്റെ സെക്ഷൻ നമ്മൾ കയറി വരുമ്പോൾ കണ്ടില്ല, ബ്രാൻഡഡും നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാം ഇന്നർ വെയർ സെക്ഷൻസും അവിടെ അവൈലബിൾ ആണ്. ഇനി പിന്നെ ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫർണിഷിങ് ഐറ്റംസും ഇവിടെ മിസ് ചെയ്യണ്ട. ഫർണിഷിങ് ഐറ്റംസ്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്സ്, അങ്ങനത്തെ സംഭവം. പിന്നെ വിന്റർ വെയറിനൊക്കെ പറ്റിയിട്ടുള്ള ക്യാപ്സുകൾ അല്ലേ, മഫ്ലറോ എന്ത് വേണമെങ്കിലും വേണം അല്ലേ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഏത് രീതിയിൽ. ഇതൊരു പുതിയ മോഡലാണല്ലോ ഇത്. അതൊന്ന് ഇട്ട് കാണിച്ചു കൊടുക്കണ്ടേ. അയ്യോ, നമുക്ക് ബ്രീത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ചെവിയിൽ കാറ്റടിക്കില്ല, നമുക്ക് മൂക്കായാലും കവർ ചെയ്തിട്ട് ഇരിക്കും. ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, അതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ. എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇവിടെയാണ് നമ്മുടെ ഇന്നർ വെയർ ഐറ്റംസ്. അപ്പോൾ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസും നോൺ ബ്രാൻഡഡ് ഐറ്റംസും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഐശ്വര്യ കുട്ടിയാണ് ഈ ഒരു ഇന്നർ വെയർ സെക്ഷനിൽ നിൽക്കുന്നത് അല്ലേ. ഈ ഒരു സെക്ഷനിൽ എന്താ വരുന്നത് മൊത്തം? ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള മിനിമൈസർ ബ്രാ വരുന്നുണ്ട്. പിന്നെ ബ്ലോസത്തിന്റെ ഐറ്റംസ് ആണ് പിന്നെ വെച്ചേക്കുന്നത്. പിന്നെ കൈയുള്ള ഇന്നേഴ്സ്, ഷോർട്സ് അങ്ങനത്തെ സെക്ഷനിൽ അതാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇന്നർ വെയർ എന്ന് പറയുമ്പോൾ ബ്രാൻഡഡ് നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും, അത് സ്പോർട്സ് ബ്രാ തൊട്ട് ആ ബ്രാ ഈ ബ്രാ എന്ന് പറഞ്ഞിട്ട് കുറേ ബ്രാകൾ പല രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. ആകെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പലതരം ബ്രാവുകൾ അല്ലേ. ഓക്കെ. ഇനി ഇപ്പുറത്തെ സെക്ഷനിൽ വരുമ്പോ എന്താ ഐറ്റംസ്? പാന്റീസിന്റെ ഒരു സെക്ഷൻ ആണോ? പാന്റീസ്, ബ്രാൻഡഡ് പാന്റീസുകൾ ഇവിടെ വരുന്നുണ്ട്. അതും സീംലെസ് പാന്റീസ്, ഇതും ബ്രാൻഡഡ് തന്നെയാണല്ലേ. സെക്ഷൻ അങ്ങനെ പർട്ടിക്കുലർ സെക്ഷൻ ആയിട്ടല്ല വരുന്നത്, മിക്സഡ് ആയിട്ടാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ ഈ സൈഡ് മൊത്തം ബ്രാസ് ആണ് വരുന്നത് ഇവിടെ അല്ലെ. കോട്ടൺ ബ്രാസ് അല്ല, ഈ ബ്രാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതില് നമുക്ക് അല്ല എടുത്ത് കാണിക്കണ്ട, ഞാൻ ചോദിക്കുന്ന സൈസസ് ഒക്കെ കിട്ടും ഇഷ്ടം പോലെ. 30 തൊട്ട് സ്റ്റാർട്ടിംഗ് സൈസ് 30 ആണ് വരുന്നത്. 30 തൊട്ട് 46 വരെ നമുക്ക് സൈസ് അവൈലബിൾ ആണ്. അപ്പൊ നേരിട്ട് വരിക. കോട്ടണിലും അതുപോലെ തന്നെ പല മെറ്റീരിയൽസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ വി സ്റ്റാർ ഉണ്ട്. കപ്പ് സൈസ് നമുക്ക് BCDE വരെ നമുക്ക് കപ്പ് സൈസസ് അവൈലബിൾ ആണ്. ആദ്യം ഇപ്പൊ ഇങ്ങനെ ABCD എന്നൊക്കെ പറയുന്ന ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും ബി സ്റ്റാർ, ടീൻസ്, പിന്നെ മൈബ്ര, ഏഞ്ചൽ ഫോം, അങ്ങനെ എല്ലാ തരം ബ്രൈഡ, അമാൻറ്റെ, പിന്നെ ഏതൊക്കെയുള്ളത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഹൈജീനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. മെൻസ്ട്രൽ കപ്പ് വരുന്നുണ്ട്. ഇതുണ്ടോ? ഓ, മെൻസ്ട്രൽ കപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊരു ഫ്രഷ് പീസാണ്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹൈജീൻ പോവും. അതുകൊണ്ട് തന്നെ ഞാനത് പൊട്ടിക്കാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കാണിച്ചുകൂടെ ഈ ഒരു പാക്ക്. അപ്പോൾ ഇതും ഉണ്ടല്ലോ ഇവിടെ. ഞാൻ ഇതുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ മെൻസ്ട്രൽ കപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെറ്റേണിറ്റി വെയർ പാൻറ്റീസ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ വരുന്നത് നമുക്ക് ക്ലോത്ത് പാഡാണ് വരുന്നത്. നമുക്ക് മെൻസ്ട്രൽ പാഡ് പോലെ തന്നെ നമുക്ക് ക്ലോത്തിൽ വരുന്ന പാഡ്. ഞാനിത് സത്യം പറയാലോ, ഇത് കുട്ടികൾക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ സ്നെഗിയുടെ ഉള്ളിലേക്കുള്ള ഈ ഒരു ക്ലോത്ത് പാഡ്. പക്ഷെ വലിയവർക്കും ഉണ്ട് അല്ലേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ലീക്കേജ് പ്രശ്നമൊക്കെ വരാണെങ്കിൽ അവർക്കും ഈ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാ റീയൂസബിൾ ആണ്. വാഷ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് പാക്ക് ഓഫ് 4 ആണ് വരുന്നത്. വലിയ പാഡും പിന്നെ ബാക്കി 3 പീസസ് സെയിം സൈസും തൊട്ട് ചെറിയ സൈസ്. ഓക്കെ. അങ്ങനെ 4 ഇത് ഒരുമിച്ച് എടുക്കണം അല്ലേ. അതൊരു പാക്ക് അങ്ങനെ പാക്കായിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് പാഡ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന പാൻറ്റീസ്. ഇന്ന് അടുത്തേക്ക് വന്നാലേ ഇത് കറക്റ്റ് ആയിട്ട്. ഇതൊക്കെ കുറെ പേര് അറിയാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിടിച്ച് ഫീൽ ചെയ്താൽ മാത്രമേ ഇത് അറിയുള്ളൂ. ഇത് ഇരിക്കണത് മൊത്തം പാഡാണ്. ഇത്
കട്ടി നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? കവറേജ് വരുന്നുണ്ട്, ബാക്കിൽ ഇവിടം വരെ കവറേജ് വരുന്നുണ്ട്, ഫ്രണ്ട് പോർഷനും നമുക്ക് ഈ എലാസ്റ്റിക്കിന്റെ ഇവിടം വരെ നമുക്ക് കവറേജ് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് മൊത്തം ഇതൊക്കെ പാഡാണ് കേട്ടോ. അപ്പൊ ഈ പാഡ് നമുക്ക് റീയൂസബിൾ ചെയ്യാൻ പറ്റുന്ന പാഡുകളാണ്. മെൻസ്ട്രൽ യൂസിന് മാത്രമല്ല, നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ളവർ, നമ്മള് യൂറിൻ അറിയാണ്ട് പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആണ്. പിന്നെ അത് ഷേപ്പ് വെയർ ഏറ്റവും അത്യാവശ്യം നമ്മുടെ എല്ലാ മലയാളികൾക്ക് വേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ഷേപ്പ് വെയർ അല്ലേ. അത് പല രീതിയിൽ വരുന്നുണ്ട്. ഇത് വയറിന് മാത്രമുള്ളത്. ഇത് ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെയാണ്. ഇതിപ്പോ പ്രസവിച്ചു കൊടുക്കുന്ന വയറുകൾക്ക് ഒക്കെ വേണ്ടിയിട്ട് ഒന്ന് പ്രഷർ ഇതാക്കാൻ വേണ്ടിയിട്ട്. അതല്ലാത്ത നോർമൽ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഇത് അപ്പർ അബ്ഡോമൻ വരെ വരുന്ന ഫുൾ കവറേജ് ആയിട്ടുള്ള ഷേപ്പ് വെയർ. ഇത് മീൻസ് എങ്ങനെ സൈസസ് ചൂസ് ചെയ്യാൻ? സൈസ് നമ്മൾ പാൻറ്റീസിന്റെ സൈസിന്റെ തൊട്ട് വലിയ സൈസാണ് നമ്മൾ കൊടുക്കുക. അതാണ് കറക്റ്റ് നമുക്കിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം 85 പാൻറ്റീസിന്റെ സൈസ് ആണെങ്കിൽ അവർക്ക് ഏത് 90 ആണ് സൈസ് കൊടുക്കുക. ഇത് 90 ആണ്. ഇത് 90 ആണ്. ഇത് എക്സൽ ആണ്. ഇത് 90 സൈസ് പാൻറ്റീസ് യൂസ് ചെയ്യുന്നവർക്കുള്ള ഷേപ്പ് വെയറാണ് എക്സൽ എടുക്കേണ്ടത് അല്ലേ. ഓക്കെ, അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, നേവി ബ്ലൂവും സ്കിന്നും ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. സ്കിൻ കളറാണ് കൂടുതലും. ഇതിൽ വേറെ എന്തൊക്കെയാ ഓപ്ഷൻസ് ഉള്ളത്? നമുക്ക് ഷേപ്പ് വെയറിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ഒരു സംഭവമാണ്. നോർമലി ബ്രാവും പാൻറ്റീസ് അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇത് സീംലെസ് ആയിട്ട് വരുന്ന ഷേപ്പ് വെയർ. രണ്ടിനും മാറ്റമുണ്ട് കേട്ടോ. മെറ്റീരിയൽ വൈസ് വ്യത്യാസമുണ്ട്. പക്ഷെ ഇതിനാ പ്രഷർ കിട്ടുമോ? അത് ജസ്റ്റ് നമ്മള് ഷേപ്പ് ഒന്ന് ഒരുപാട് ബൾക്കായിട്ടുള്ള സൈസ് ഉള്ളവർക്കല്ല, ജസ്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ട് മാത്രമായിട്ട് ഈ ഒരു സീംലെസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വല്ലാണ്ട് ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരു വയറാണെങ്കിൽ അവർക്ക് ഈ ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് രണ്ടിന്റെയും ക്വാളിറ്റിയും തുണിയും മാറ്റമുണ്ട് കേട്ടോ. ഇത് സീംലെസ് ആണ്. ഇതിന് ആ ഒരു പ്രഷർ കിട്ടില്ല. ഞാൻ അതുകൊണ്ട് എടുത്തെടുത്ത് പറയാം. പക്ഷെ എല്ലാം ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഫുൾ ബോഡിക്ക് ഈ ബോഡിക്കോൺ ഡ്രസ്സസ് ഒക്കെ ഇടാണെങ്കിൽ അതിനെ യൂസ് ചെയ്യാം. തൊട്ട് മേളിൽ വരെ. ഇനി ഇതില് എവിടെയാണ് പി ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യേണ്ടി വരും. അതായത് പിടിച്ചു വെക്കേണ്ടി വരും. റിമൂവ് ചെയ്യണം, പിടിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. പിന്നെ ഇവിടെ എവിടെയോ നമ്മുടെ റോസ് കണ്ടല്ലോ. ഇത് എന്താ ഓപ്പൺ ചെയ്യട്ടെ? ഈ ബാക്കി ഞാൻ പറയണില്ല. റോസ് ബാക്കി പറഞ്ഞാൽ ചിലപ്പോ കേസൊക്കെ ആവും. അപ്പൊ ഇത് റെഡ് റോസ് ആണ്. അത് ബ്രാൻഡിന്റെ പേര്. ബാക്കി റോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇതിപ്പോ ബാക്കിൽ ഇങ്ങനെ കൂട്ടണോ, ഫ്രണ്ടിൽ കൂട്ടണോ, സൈഡിൽ കൂട്ടണോ, എവിടെ വേണമെങ്കിലും കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. എങ്ങനെ ഏത് രീതിയിൽ. ഇപ്പൊ ഷേപ്പില്ല, ജിമ്മിനും പോകണോ അല്ലേ, കേട്ട് ചിരിയല്ലേ. ശരിയാ, ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ അല്ലേ? അല്ല പിന്നെ ഇത് വേറൊരു മോഡലാണ്. ഇതിനകത്ത് നമുക്കിവിടെ ഹോള് വരുന്നുണ്ട്. അതായത് നമുക്ക് റിമൂവ് ചെയ്യേണ്ട വരില്ല. സ്റ്റിക്കോണാണ്. ഈ സ്റ്റിക്ക് ചെയ്യുമ്പോ മെറ്റീരിയൽ ആണ് വരുന്നത്. നമുക്കത് ഇങ്ങനെ ഉരുണ്ട് താഴേക്ക് പോകും. ചില ഇപ്പൊ ഷേപ്പർ യൂസ് ചെയ്യണവർക്ക് അറിയാം. ചിലതാണെങ്കിൽ ഇവിടെ നിങ്ങളിങ്ങനെ ഉരുണ്ട് അടിയിലേക്ക് പോകും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ചിലതിലുണ്ടാവും, ചിലതിലുണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഐശ്വര്യക്കുട്ടി കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. പക്ഷെ എങ്ങോട്ട് വരണം കൽപ്പകയിലേക്ക്. അതെവിടെയാണ്? നമ്മുടെ കുന്നംകുളത്തുള്ള കൽപ്പകയില്. അപ്പൊ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറയണം. നമ്മുടെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് എത്ര ദൂരം വരണം അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടി പറഞ്ഞേ. ഇവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇന്നർ വെയറിന് മാത്രമായിട്ട് ഒരു സെക്ഷൻ ആണ് വരുന്നത്. ലേഡീസിന്റെ ഇന്നർ വെയറിന് മാത്രമായിട്ട് ഇവിടെ ഈ ഒരു സെക്ഷൻ കണ്ടോ. ഇത് ഫുൾ ബ്രാസിന്റെ ഒരു സെക്ഷൻ കൂടി. ഇതും നമ്മൾ വിട്ടു പോകണ്ട, അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു മാത്രം. അതുപോലെ തന്നെ അവൈലബിൾ ആണ്. അതെ, ഈ ഒരു സെക്ഷൻ മൊത്തം അത് തന്നെയാണ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഫ്ലോർ ഫോർത്ത് ഫ്ലോർ മൊത്തം നമുക്ക് ഇന്നർ വെയറിന്റെ ഒരു സെക്ഷൻ ആണ് വരുന്നത്. ഇനി കറക്റ്റ് ആയിട്ട് നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ഇതാണ് നമ്മുടെ കളക്ഷൻസ്. പലതരം ബ്രാസ്, പലതരം പാൻറ്റീസ്, ഷേപ്പേഴ്സ്, ഇന്നവേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഫ്ലോർ മൊത്തം കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു സമയമായി. ഇനിയൊരു ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഫുൾ ഇങ്ങനെ ഓടിപ്പിച്ച് കാണിച്ചിട്ടല്ലോ. ഒരു പർച്ചേസിങ്ങിന് വരുമ്പോൾ കുറച്ച് നേരത്തോടെ വരാം. നമുക്ക് ഷോപ്പിന്റെ സമയമൊക്കെ എത്ര മണി തൊട്ട് എത്ര മണി? നമുക്ക് രാവിലെ 9 മണി മുതൽ നമ്മൾ അവൈലബിൾ ആണ്. എത്ര മണി വരെ? സീസൺ പ്രമാണിച്ച് നമ്മൾ എന്തുണ്ട് 12 മണി വരെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി. അല്ലല്ല, രാത്രി അങ്ങനെ രാത്രി നമ്മൾ 12 മണി വരെ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് കൽപ്പക വെഡിങ്സ് കുന്നംകുളം
തുറന്നു വെച്ചിട്ടുണ്ടാവും. തുറന്നു വെച്ചിട്ടുണ്ട്. അത് സൺഡേ ഓപ്പൺ ആണ്. അതുപോലെ തന്നെ നോർമൽ സമയത്താണെങ്കിൽ 9 മണി വരെ. കാരണം ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ആണ്. ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം മാറും. അപ്പൊ വിളിച്ചു ചോദിക്കാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വർണം വെറുതെ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്, ഫ്രീ ഒക്കെ കൊടുക്കുന്നു. ഇതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണ്? വളരെ ശരിയാണ്. അത് നമുക്ക് തുണി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൽപ്പക സ്വർണം കൊടുക്കും. തീർച്ചയായിട്ടും 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി നറുക്കെടുപ്പ് 101 പേർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വർണ്ണ കോയിൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാൾക്ക് നറുക്കെടുപ്പിലൂടെ 2 പേർക്ക് 2000 രൂപ മാത്രം മതി. 2 പേര് മാത്രം മതി, സ്വർണ്ണ കോയിൻ കിട്ടും. ഷോ, മൊത്തത്തില് നല്ല കേൾക്കുമ്പോ ഒരു സുഖം ഉണ്ടല്ല. അപ്പൊ 2000 രൂപയ്ക്ക് ഒരു ബില്ല് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണ കോയിൻ നറുക്കെടുപ്പിലൂടെ അതിപ്പോ 4000 രൂപ ആയാലോ 10000 രൂപ ആയാലോ ഒക്കെ കിട്ടും. അതായത് 4000-നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂപ്പണിന്റെ എണ്ണം കൂടും. അങ്ങനെ നമുക്ക് സ്വർണ്ണ കോയിൻ കിട്ടാനുള്ള ചാൻസ് അപ്പൊ കൂടുകയാണ്. അങ്ങനെ അപ്പൊ ഒരു 10000 രൂപയ്ക്ക് ആണെങ്കിൽ 5 കൂപ്പൺ കിട്ടും. 5 കൂപ്പൺ കിട്ടുമ്പോ എന്താ, അവിടെ 5 പേരിലായിട്ടായാലും നമ്മുടെ ഒരാളുടെ വീട്ടിലേക്ക് പോകും സ്വർണ്ണ കോയിൻ. പിന്നെ പുറമെ നമുക്ക് ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ താഴത്തെ ഗിഫ്റ്റുകൾ അപ്പൊ ഒരു 5000 രൂപയ്ക്ക് പർച്ചേസ് വരാണ് സമയത്തേ നമുക്ക് അഷ്യൂർഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒരു 1500 to 2000 കസ്റ്റമേഴ്സിന് വരെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അഷ്യൂർഡ് അപ്പൊ കൈയോടെ സ്പോട്ടിൽ കൊണ്ടുപോകും. അപ്പൊ എനിക്ക് ഒരു സംശയം കൂടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും സ്പോട്ടിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഈ 2000 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ കൂപ്പണും ഉണ്ട്. ഈ കൂപ്പണും അതിന് പുറമെ കിട്ടും? ഒക്കെ കിട്ടും. കൂപ്പൺ കിട്ടും, അതേപോലെ തന്നെ അഷ്യൂർഡ് ഗിഫ്റ്റ് കിട്ടും, നൈറ്റ് ഷോപ്പിംഗ് കിട്ടും, നല്ല ക്വാളിറ്റി കിട്ടും, എഫോർഡബിൾ റേഞ്ച് കിട്ടും. ഇതൊക്കെ എവിടെയാണ്? കൽപ്പകയിൽ. അതെ, നമ്മുടെ കുന്നുകുളത്തുള്ള കൽപ്പക. ഇനി എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ എന്താ പറയാ, നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയില്ലേ, ഈ കുന്നുകുളം ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി ഫേമസ് ആണ് അല്ലെ? ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് എത്ര ദൂരം ഉണ്ട്? നടക്കാവുന്ന ദൂരമുള്ള ബസ് സ്റ്റാൻഡ് നേരെ ഈ ജംഗ്ഷൻ കാണണം. ഇവിടെ ഈ ബസ് സ്റ്റോപ്പ് അതന്നെ കുന്നംകുളം നേരെ ജംഗ്ഷനിൽ നേരെ കോഴിക്കോട് റൂട്ട് നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് കുന്നംകുളം. നമുക്ക് ഈ വഴിയുടെ പേരെന്താ വരുന്നത്? ഈ പട്ടാമ്പി റോഡ് അങ്ങനെ എന്തൊക്കെയല്ലേ പറയാ? പട്ടാമ്പി റോഡാണ്. പട്ടാമ്പി കോഴിക്കോട് റോഡ്. കോഴിക്കോട് റോഡ്. ഈ ഒരു റോഡിന് പറയാം ഫ്രണ്ടിൽ കാണുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്ത് ഈ വലിയൊരു കട കാണുമ്പോ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറി പോകും. നമുക്ക് നിസ്സാര റേറ്റിന് നമുക്ക് ഇവിടെ കിട്ടുമേ. ഇനി ഇത്രയൊക്കെ സംസാരിച്ച് ഇത്രയൊക്കെ ഇങ്ങോട്ട് നീങ്ങുന്നത് എന്താ പേര് ചോദിച്ചില്ല? ഇവിടുത്തെ ഞാൻ ഇവിടുത്തെ ഷോറൂം മാനേജറാണ്. ഇവിടെ നിക്കടാണ്ട് മനസ്സിന്റെ അപ്പൊ അങ്ങനെ സ്റ്റോറിന്റെ മാനേജറാണ്. ഓ ഗ്രേറ്റ്. അപ്പൊ അടിപൊളിയാണ്. അപ്പൊ താങ്ക് യു. ഇത്രയും നല്ല നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യേണ്ട. അപ്പൊ വരിക, നല്ല രീതിയിൽ ഷോപ്പ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാണ്ട്, നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് നമുക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ടോ? നമ്മൾ അതും ചെയ്യുന്നുണ്ട്. ഒരു പീസ് ആയാലും എത്ര പീസാണെങ്കിൽ ഒരു പീസ് അര പീസ് നമ്മൾ കൊടുക്കാം. മുറിച്ചെടുക്കണതാട്ടോ, അര പീസ്. അല്ലാണ്ട് ഇവിടെ നിന്ന് മുറിച്ച് തരൂല. പിന്നെ നേരത്തെ ഞാൻ നേരത്തെ മീൻസ് ഫസ്റ്റിലേക്ക് കയറുമ്പോൾ ഞാൻ പാർക്കിംഗ് സൗകര്യം കാണിച്ചിരുന്നു. ഇതിന്റെ താഴത്തെ ബേസ്മെന്റ് അല്ലാണ്ട് വേറെ എവിടെയും പാർക്കിംഗ്? ബേസ്മെന്റ് അല്ലാണ്ട് നമുക്ക് പുറത്തും സെപ്പറേറ്റ് സൗകര്യമുണ്ട്. അപ്പൊ വണ്ടി ആയിട്ട് വരായാലും കുഴപ്പമില്ല. ഇപ്പൊ ബസ് ആയാലും ഡയറക്റ്റ് ഇവിടെ ഇവരുടെ മുന്നിൽ തന്നെ ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ബസ്സിന്റെ ഡ്രൈവറോട് പറഞ്ഞാൽ മതി, കൽപ്പകയാണ് ഇവിടെ നിർത്തി തരൂല്ലേ, ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടും. ഓക്കെ, അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടെ. ബൈ, താങ്ക് യു.